വളരെ അനുഗ്രഹീതമായ ഇന്നലെ രാത്രിക്കായി കർത്താവിന് മഹത്വം കരയറ്റുന്നു. അനുഗ്രഹീതമായി കൺവെൻഷനിൽ ദൈവവചന കേൾവിക്കായും ആത്മീയ ആരാധനയ്ക്കായും ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേക ഉച്ചഭാഷണയുടെ ശ്രവണപരിധിക്കുള്ളിൽ വളരെ ശാന്തമായി ഭവനങ്ങളിൽ ഇരുന്ന് കടകം പോടകളിലൊക്കെ നിന്ന് തെരുവേദികളിൽ നിന്നൊക്കെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാവർക്കും വേഗം വരാം എന്നവരുടെ ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിഷ്ഠല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 2 ദിവസമായി നടത്തപ്പെടുന്ന ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകൻ പ്രിയ ജോസ് പാസ്റ്റർ അവരും, അതുപോലെ ഈ ഒരു സെക്ഷൻ്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ബാബു പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിജു പാസ്റ്റർ, പ്രിയ വിജയൻ പാസ്റ്റർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നത് എങ്കിലും ചിലരെ നേരിട്ടല്ലെങ്കിലും എനിക്ക് പരിചയമുള്ളവരുണ്ട്. പ്രിയ ആലിസമ്മാമ, അതുപോലെ എൻ്റെ ഫാദർ ഇൻ ലോയുടെയൊക്കെ വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന പ്രിയ ബാബുച്ചാന്, പ്രിയ സാലിമാമ, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഈ മീറ്റിങ്ങിൽ അവരെയും വന്ദനം ചെയ്യും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ വളരെ ശക്തമായ ദൈവിക സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം. നിങ്ങളോട് സംസാരിക്കാൻ, ഈ ദേശത്തോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് നൽകിയ ഒരു ദൂത്, അതിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം കുറിവാക്യമായി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു. മതി, എല്ലാവരും കണ്ണുകളെ അടച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് പുറത്തുനിന്ന് അധികം ആരും വന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. പ്രസംഗം ഒത്തിട്ട് കാര്യമില്ല, പ്രസംഗങ്ങൾ ഒത്തിട്ടും കാര്യമില്ല. പക്ഷേ വചനത്തിൻ്റെ ആഴമേറിയ ദൂതുകൾ വെളിപ്പെടാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊരായുധമില്ല. ഈ അകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, പ്രസംഗം കേൾക്കാൻ ആരും ഇരിക്കരുത്. അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും എന്താണ് വേണ്ടതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിഞ്ഞ് ഈ ശബ്ദം ചെല്ലുന്നിടങ്ങളിലൊക്കെ ദൈവാത്മാവിൻ്റെ കരം ചലിക്കാൻ ഒരു ഭാവിയെങ്കിലും ഇന്ന് രാത്രിയിൽ മനം തിരിയാൻ, ഒരു പിന്മാറ്റക്കാരനെങ്കിലും തിരികെ വരാൻ, ഒരു രോഗിയെങ്കിലും സൗഖ്യമാകാൻ, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി തിരിച്ചറിയാൻ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങൾ അല്പസമയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് നമ്മൾ കടന്നു വന്നതൊരു കാഴ്ച കാണാനല്ലല്ലോ. നമ്മുടെ ആത്മനാഥൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ള, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത നമ്മുടെ കർത്താവ് തേജസ് വാരിച്ചുറ്റിയവനായി ഈ രാത്രി ഈ ഹോളിന്റെ അകത്തുലാവുമ്പോൾ ആ സാന്നിധ്യം അറിയുന്നവർ അവന് കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ നമുക്ക് ആരാധന അപമാനമല്ല, അഭിമാനമാണ്. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവവചനത്തിന്റെ വ്യാപാരത്തിനെതിരെ ചിറകുവെച്ച് നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. ഈ രാത്രി വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിലുപരി ഞങ്ങളുടെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണം, ദേശത്തോട് സംസാരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കടമേ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുഖത്ത് കരയറ്റാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. സമയത്തിന്റെ കുറവ് മൂലമാണ് ഒരു വാക്യം വായിച്ചത്. 10-ാം അധ്യായം ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് രാത്രിത്തെ ചിന്തകൾ മുഴുവൻ. ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ക്രിസ്തുവുമായുള്ള ഈ ഒരു ടോക്ക്, ഈ ഒരു കോൺവെർസേഷൻ, അവിടെ നിന്നാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങാൻ ആരംഭിക്കുന്നത്.
യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ന്യായശാസ്ത്രി ചോദിക്കുകയാണ്, കർത്താവേ, നിത്യജീവന് അവകാശിയായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? ലളിതമായിട്ട് പറഞ്ഞാൽ, കർത്താവെ, എനിക്ക് നശിക്കണ്ട, എനിക്ക് നിത്യതയിൽ പോകണം, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമല്ലേ? കാര്യം നാശത്തിലേക്ക് ഓടുന്ന ഇന്ന് ഈ ലോകത്തിൽ ഇവിടുത്തെ താൽക്കാലികമായ നേട്ടത്തെക്കാൾ ഉപരിയായി അങ്ങ് ചെല്ലാൻ ഒരാളുടെ ഹൃദയത്തിനകത്ത് ചിന്ത വന്നെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ഇനി ഈ ചോദ്യം ചോദിക്കേണ്ട ആളോട് തന്നെയാണ് അതുപോലെ ഉത്തരം പറയാൻ കഴിവുള്ള ഒരാൾ ഈ ലോകത്തിലില്ല. ചോദിച്ചത് ആരോടാ? നിത്യജീവൻ ഒരു പര്യായം ഉണ്ടെങ്കിൽ ആ കർത്താവിനോട്. യേശു കർത്താവിന്റെ അരുമ ശിഷ്യനായ പത്രോസ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാം. കർത്താവെ, അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അങ്ങേക്ക് സമാനതകളില്ല, അങ്ങേക്ക് പര്യായമില്ല. അപ്പം തിന്നുന്നതാണ് വിഷയമെങ്കിൽ നന്നായിട്ടൊന്ന് പണിയെടുത്താൽ എനിക്ക് അപ്പം തിന്നാം. അത്ഭുതം ചെയ്യാനും പഴയ നിയമത്തിലെ ഭക്തന്മാരുണ്ട്, ഇന്നും പല മിടുക്കന്മാരും ഉണ്ട്. പക്ഷേ അത്ഭുതമല്ല വിഷയം, അപ്പം തിന്നുന്നതല്ല വിഷയം. നിത്യജീവ മൊഴി അത് തരാൻ ഒരാൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കിടക്കുമ്പോ ഒരു ക്രിമിനൽ എന്നുള്ള വാക്കാണ് ലൂക്കോസ് ഉപയോഗിച്ചത്. ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞു, നീയും വിടുവിക്ക്, ഞങ്ങളെ കൂടെ വിടുവിക്കുക. അപ്പൊ ഇപ്പോഴത്തെ പല പ്രഭാഷകരുടെയും ഭാഷ പറഞ്ഞ ഇപ്പൊ വിടുതൽ കർത്താവ് ഗൗനിച്ചത് പോലുമില്ല. പക്ഷെ അപ്പുറത്തെ കള്ളനുണ്ടല്ലോ, പറഞ്ഞ എന്തുവാ ഇനി പറയുന്നേ? ഈ കിടക്കുന്നത് ആരാന്നറിയാമോ? കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പരദീസിലിരിക്കും. ഞാൻ ചിന്തിക്കായിരുന്നു, പലർക്കും തിരിച്ചറിയാത്ത ഈ ഒരു യാഥാർത്ഥ്യം ഈ ക്രിമിനലിന്റെ അകത്ത് കയറി. ഈ കിടക്കുന്നതേ ഇവിടെ തലവേദന മാറ്റാമെന്ന കക്ഷിയല്ല, മരണത്തിനപ്പുറത്തുള്ള ജീവിതം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതാ കർത്താവ്. വിശുദ്ധ വേദപുസ്തകത്തിലെ കോർ എന്ന് പറഞ്ഞാൽ അതിന്റെ മിനി ബൈബിൾ എന്നറിയപ്പെടുന്നത് യോഹന്നാൻ 3:16. അറിയാവുന്നൊരു വാക്യമൊക്കെ ചേർന്ന് പറയണം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ, അതിനാണ് സുവിശേഷ യോഗം. സ്വതന്ത്രം. ഇപ്പൊ കർത്താവിന്റെ ദാസൻ ഇവിടെ അച്ഛൻ നന്ദി പറഞ്ഞപ്പോ പറഞ്ഞു, കോർഡിനേറ്റ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും തലവേദന മാറാനും നടുവേദന മാറാനും ഇത്രയും വലിയ യോഗമൊന്നും വേണ്ട. കാശ് ചെലവഴിച്ചിട്ട് ഇങ്ങനെ ഒരു യോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യം, ഈ ദേശത്ത് ചിലത് നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി തീരണം. അതല്ലേ നമ്മുടെ ആഗ്രഹം. എന്നാൽ ഈ ചോദ്യം കറക്റ്റാണ്, ചോദിച്ചതാര് എന്നുള്ളതും കറക്റ്റാണ്. പക്ഷെ ഈ ചോദിച്ച ആളാരെന്നുള്ളത് രസകരമാണ്. ആരാ ചോദിച്ചേ? ന്യായശാസ്ത്രി. ന്യായശാസ്ത്രി എന്നുള്ളതിന് രണ്ടു പദങ്ങളാണ് ഗ്രീക്കില്. ഒന്ന് നൊമിക്കസ് എന്ന പദമാണ്, രണ്ടാമത്തത് ഗ്രമാറ്റിയൂസ് എന്ന പദമാണ്. നൊമിക്കസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ന്യായപ്രമാണം വള്ളിപുള്ളി വിസർഗം കൂടാതെ പഠിച്ച് ഗ്രഹിച്ച് പഠിപ്പിക്കുന്ന കക്ഷിയാണ്. ഗ്രമാറ്റിയൂസ് എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരജ്ഞാനി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ഓരോ വാക്കും ഹൃദിസ്ഥമാണ്. ഇപ്പൊ പ്രസംഗം കഴിഞ്ഞ ശേഷമേ ഈ വചനം റോഡിലൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു മദ്യപാനി ഓടി വന്നിട്ട് ചോദിക്കുക, എന്റെ പാസ്റ്ററെ പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒറ്റ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാൻ പാസ്റ്ററോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗത്ത് പോകണം പാസ്റ്ററെ, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് പഠിപ്പിക്കുന്നയാളാണ് വന്ന് ചോദിച്ചതെന്നുള്ളതാണ് രസം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവൻ നല്ല ലക്ഷ്യത്തിലല്ല പറഞ്ഞത്, ഇവൻ നല്ല മനസാക്ഷിയിലുമല്ല പറഞ്ഞത്. പക്ഷേ ചോദ്യം കർത്താവിന്റെ അടുക്കൽ ഏത് ലക്ഷ്യത്തിലാണേലും ഉത്തരം പറയാതിരിക്കില്ല. മതങ്ങൾ ചോദ്യങ്ങളാണ്, സുവിശേഷം ഉത്തരവാണ്. ഇസങ്ങൾ ആശങ്കകളാണ്, സന്ദേഹങ്ങളാണ്. പക്ഷേ സുവിശേഷം ക്രിസ്തു സകല ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഈ നാട്ടിൽ ഈ സുവിശേഷ വചനം ഇങ്ങനെ പ്രകടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രം പറയണം. 100 ചോദ്യങ്ങളുമായി ഈ സുവിശേഷം കേൾക്കുന്നവർ ഈ വചന ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഉത്തരവുമായിട്ട് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന അപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ.
നല്ല മനസാക്ഷിയിലല്ല ഈ പുള്ളി ഒന്ന് ചോദ്യം ചോദിച്ചേ. എന്നിട്ട് കർത്താവ് ഉത്തരം പറഞ്ഞെങ്കിൽ നിർമ്മല മനസാക്ഷിയോടെ 100 ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ഇരുന്നാലും ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതിരിക്കില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വിശേഷത നമ്മൾ അറിയണം. പാസ്റ്റർമാരാരുമല്ല ഇവിടുത്തെ ഹീറോ. പ്രസംഗിക്കുന്ന ഞാനല്ല, നിങ്ങളും അല്ല. ആളൊക്കെ കുറവായിരിക്കും. പക്ഷെ രാജാതിരാജനായ കർത്താവ് ഈ കൺവെൻഷന്റെ 2ാം രാത്രി തേജസ് വാരി ചുറ്റുവനായി ഇടങ്ങള്ളി വരുമ്പോ ആ ദൈവസാന്നിധ്യം അറിയുമ്പോൾ ഏത് കെട്ടാ പൊട്ടാത്തത്, ഏത് ബന്ധനമാ അഴിയാത്തത്, ഏത് രോഗമാ മാറാത്തത്, കർത്താവിന്റെ സന്നിധി പോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു നാമമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആസ്വദിക്കാൻ പറ്റുന്നൊരു നാമമാണ് യേശുവിന്റെ നാമം. എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, നല്ല വചനം ആസ്വദിച്ചവർ. വേറെ ഭാഗത്ത് പറയാണ്, വരാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചവർ, കർത്താവ് ദയാലുവെന്ന് ആസ്വദിച്ചവർ എന്ന് പറഞ്ഞാൽ ബോറടിച്ചിരിക്കല്ലെന്നാ. ഇതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇല്ല. എന്റെ വാഹനത്തിൽ ഒരു പുസ്തകം കിടപ്പുണ്ട്, സെക്യുലർ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് യേശുദേവൻ എന്നാണ്. ഇത് എഴുതിയത് ഡോക്ടർ KP കേശവമേനോൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ സാഹിത്യകാരനാണ്. ക്രിസ്ത്യാനിയൊന്നുമല്ല കേട്ടോ, ഹൈന്ദവനാണ്. പക്ഷെ അദ്ദേഹം യേശുവിനെ കുറിച്ചാണ് എഴുതിയത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു നിരൂപണം താൻ എഴുതിയത് ഞാൻ വായിച്ചു. അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു നിരൂപണം. ഞാൻ പല പുസ്തകങ്ങൾ എഴുതി, പല കഥാപാത്രങ്ങളെ കുറിച്ച് എഴുതി, പലതും ഞാൻ പ്രമേയമാക്കിയിട്ടുണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് എഴുതിയപ്പോ എനിക്ക് സത്യം പറയാൻ വാക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പലപ്പോഴും കൈ വിറക്കിയാൽ കണ്ടമിടറുകാരൻ. ഓരോ അധ്യായങ്ങളും എഴുതി അവസാനിപ്പിക്കുമ്പോൾ കരഞ്ഞോണ്ടാണ് അവസാനിപ്പിച്ചത്. എനിക്ക് ആ പുസ്തകം എഴുതിയപ്പോൾ മനസ്സിലായൊരു യാഥാർത്ഥ്യം, 100 കഥാപാത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരാളല്ല യേശു. യേശുവിന് എന്തോ വിശേഷതയുണ്ട്. എന്നിട്ട് പറയാണ്, എന്റെ ആയുസ്സിൽ ഇനി ഒരിക്കൽ കൂടി ഒരാളെ കുറിച്ച് എഴുതാൻ ഭാഗ്യം കിട്ടിയാൽ ഞാൻ എഴുതുന്നത് യേശുവിനെ കുറിച്ചായിരുന്നു. ദൂരെ നിന്ന് യേശുവിനെ കണ്ടു കേട്ട് അറിഞ്ഞൊരു ഹിന്ദു സ്നേഹിതം പറയാണ്, യേശുവിന് തുല്യം വെക്കാൻ ആളില്ലെന്ന് പറയുന്നെങ്കിൽ അവനെ അറിഞ്ഞവർ എത്രയധികം കർത്താവിനെ ഞാൻ ഉള്ളത് സീനിയർ പാസ്റ്ററെ കാണുന്നേ, ഉള്ളത് സീനിയർ. എത്ര പ്രസംഗം നടത്തിയിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒരു 3000 ഉറപ്പാണ് എന്ന ചിന്തയാണ്. ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്, അത് ഉറപ്പാണ് 3000. അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കരുത്, യോഗം കഴിഞ്ഞിട്ട് വന്നിട്ട് പാസ്റ്ററോട് ചോദിക്കാണ്, പാസ്റ്ററെ 10,000 പ്രസംഗം നടത്തിയില്ലേ, ഇനി എന്നെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു നോക്കി. പറയാൻ പോകുന്ന ഉത്തരം പാസ്റ്റർ പറയാതെ ഞാൻ പറയാം, ഇത് മടുക്കുന്ന പരിപാടിയല്ല. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് ആരും മടുത്തിട്ടില്ല. ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് മടുക്കും. ഞാൻ അങ്ങനെ വിളിച്ചവനാണ്. പക്ഷേ വിളിച്ചു കഴിയുമ്പോൾ ആവേശമുള്ളൂ, രാത്രി വരുമ്പോൾ സ്വസ്ഥതയില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ പ്രസംഗിച്ചില്ലേനാണ് പ്രശ്നം, പ്രസംഗിക്ക് തോറും ആവേശമാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ 2 പേരും നല്ല സുന്ദരമായിട്ട് പാടി, സിനിമയെ പാടി ഇതിനേക്കാളും കാശ് കിട്ടും. പക്ഷെ എന്നാ പോകത്തെന്നറിയാം, അത്രയും കാശൊന്നും എന്താ ഇവിടെ കിട്ടത്തില്ല. പക്ഷെ കാശ് നോക്കാതെ ഇവിടെ വന്ന് പാടുന്നതിന്റെ കാര്യം, യേശുവിനെ കുറിച്ച് പാടുമ്പോൾ സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഇനി ഞങ്ങളുടെ കാര്യം 1000 പാട്ട് പാടിയാലും 1000 പ്രസംഗം നടത്തിയാലും മടുക്കാത്തൊരു നാമമാണ് യേശുവിന്റെ നാമം. ഇനി ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ചോട്ടെ, സ്തോത്രം പറഞ്ഞ് കുഴഞ്ഞവരുണ്ടോ? കൈയടിച്ച് തളർന്നവരുണ്ടോ? അന്യഭാഷ പറഞ്ഞ് മടുത്തവരുണ്ടോ? ഈ കൺവെൻഷന്റെ 2ാം രാത്രിയിലും കൈയടിക്കുന്നവരും സന്തോഷം, ആരാധിക്കുന്നവരും ആവേശം. അങ്ങനെ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. പക്ഷെ നമ്മൾ മടുക്കാൻ പാടില്ല. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അപ്പൊ ഒരു ചരിത്രം. അപ്പൊ 1940കളിലും 50കളിലുമുള്ള പെന്തക്കോസ്തുകാരെ കുറിച്ച് കൊടുമണ്ണുള്ള നായര് മുതലാണ് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഇവര് പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുവാണെങ്കിലും യോഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പശുക്കിടാവിനെ പോലെ ചാടിയാൻ വരുന്നത്. 40കളിലും 50കളിലും ദാരിദ്ര്യമുള്ള കാലത്ത് ചെറ്റക്കുടിലിന്റെ നടുവിൽ ചാണകം കഴുകിയ തറയില് മാറി ധരിക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, പട്ടിണിയുടെ കാലത്തും
വരുമ്പോ എല്ലാം മറക്കുവാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗമുണ്ടെങ്കിലും ഗൗനിക്കരുത്. ഞാൻ ചിന്തിക്കാറുണ്ട്, പൗലോസിനൊക്കെ നമ്മൾ മാതൃകയാകണം. കാലാഗ്രഹത്തിനകത്ത് കാല് ഫ്രീ ആയിരുന്നെങ്കിൽ നൃത്തം ചെയ്ത് ആരാധിച്ചാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കാലാമത്തിലിട്ട് പൂട്ടി. അപ്പൊ നമ്മളെ പോലുള്ളവരാണെങ്കിൽ അപ്പുറത്തെ ചേച്ചി വല്ലതും പറഞ്ഞാൽ മതി, നമ്മുടെ ആരാധന എല്ലാം പോകും. പക്ഷേ പുള്ളിയുടെ കാല് വയ്യ, അതുകൊണ്ട് കയ്യെ ചങ്ങലയാ. പിന്നെ നാവ് കെട്ടിട്ടില്ലല്ലോ, അപ്പൊ നാവ് തുറന്നങ്ങോട്ട് ആരാധിച്ചു. അർദ്ധരാത്രിയിൽ ആരാധനയിൽ കെട്ടഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൈ ഉയർത്താൻ നമുക്ക് പറ്റുമല്ലോ, അല്ലേ അല്ലേ അല്ലേ? കരമടിക്കാൻ പറ്റുമല്ലോ. പലരും വെന്റിലേറ്ററില്ല, കര കെട്ടിയിട്ടിരിക്കുക, കാല് കെട്ടിയിട്ടിരിക്കുക. ആരും ഇവിടെ വീൽ ചെയർ വരുന്ന ഞാൻ കണ്ടില്ല. നടന്നുകൊണ്ട് അകത്ത് വന്ന് അധരം തുറക്കാനും കൈയടിക്കാനും തുള്ളിച്ചാടാനും കർത്താവ് നമുക്ക് ബലം തന്നിരിക്കുമ്പോൾ മടുക്കരുത്. ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നാമം യേശുവിന്റെ നാമം. ചോദിച്ചോട്ടെ, ഈ സുവിശേഷം പറയാതിരിക്കുന്നത് തെറ്റല്ലേ? ഈ ആസ്വദിച്ച കർത്താവിനെ നാട്ടുകാർ അറിയണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, കുറുവടി എടുക്കുന്ന മാർഗമല്ലല്ലോ ഇത്. സെക്രട്ടറിയായിട്ട് പിക്കറ്റ് ചെയ്യുന്ന മാർഗമല്ലല്ലോ. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന മാർഗമല്ലല്ലോ. നരഭോജിയെ പോലും മാനവ സ്നേഹിയാക്കുന്ന സുവിശേഷം പറയാൻ നമുക്ക് എന്തിനു ലജ്ജ? ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വന്തം അങ്ങനെ ഇതിനു വേണ്ടി നിയോഗിച്ച് അയക്കപ്പെടുന്നതിന്റെ ഒരു ചരിത്രമാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നത്. ഇനി സുവിശേഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഇവരെ നിയോഗത്തോടെ പറഞ്ഞു വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് 10-ന്റെ, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങളൊക്കെ വായിക്കണം. അവിടെ 10-ന്റെ 1-ാം വാക്യം മുതൽ അനന്തര കർത്താവ്, ഞാൻ പറയുമ്പോൾ വേഗത്തിൽ വായിച്ച വാക്യം വായിച്ചു തരണേ. കർത്താവ് 70 പേരെ നിയമിച്ചു. അപ്പൊ 70 പേരെ നിയമിച്ചു. ഈരണ്ടായിട്ട് തിരിച്ചു. അപ്പൊ ഒരു ടീമിൽ 2, ആകെ 35 ടീം. ഇവരെ കർത്താവ് പറഞ്ഞു വിടുകയാണ് ഒരു നിയോഗത്തോടെ. അത് നമുക്ക് കാണാൻ പറ്റുന്ന എവിടെ പറയാമോ? 3-ാം വാക്യമാണ്, 10-ന്റെ 3-ാം വാക്യം. പോകുവിൻ. ആ വാക്ക് കേൾക്കുന്ന മൈക്ക് പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, അത് ഓഫ് ചെയ്തേ, അല്ലാതെ വായിച്ചാൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പം അതിനകത്ത് ഒരു സൗണ്ടിന്റെ കാര്യം വലിയ വിഷയമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ശരിയായില്ലെങ്കിൽ അതിന് ചെല്ലത്തില്ല. അപ്പം കർത്താവ് നിയോഗിച്ച് അയക്കുക. അപ്പൊ പറഞ്ഞ നിയോഗത്തിന്റെ വാക്കാണ് ആദ്യത്തെ വാക്ക്, പോകുവിൻ. ഗോ, പോകുവിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ഒന്ന് കേട്ടെ. ചെന്നായ്ക്കളുടെ നടുവിൽ. സത്യം പറഞ്ഞാൽ അത് അല്പം കഠിനല്ലേ? കർത്താവാണ് പറഞ്ഞത് പോകാൻ, പക്ഷെ അടുത്ത വാചകൻ എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്തെരുമ്പോളാൻ വരെ ചെന്നങ്ങ് കയറിയാൽ മതി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനൊന്നും അല്ല. നിങ്ങളെ പറഞ്ഞു വിടുന്നത് ചെന്നായുടെ നടുവിലേക്കാണ്. എന്നാൽ ചെന്നായുടെ നടുവിലേക്ക് ഒരു പുലിയായിട്ടാണ് വിടുന്നതെന്ന് പറഞ്ഞൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ചെന്നായുടെ വായി പോലും കൊള്ളാനില്ലാത്ത കുഞ്ഞാടായിട്ട് അങ്ങോട്ട് വിടുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടോണം. ഇപ്പം 9 മണിക്ക് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല, ഇവിടെ ആരും കയറി വരത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ നാടാണ്, ഇവിടെ അല്ലേലും ആരും കയറി വരത്തില്ല, ഇത് ഉപദേശം ചുമ്മാതെ വാചകം അടിക്കാമെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാം? ഇസ്രായേൽ ഒന്ന് തലകുനിച്ചാൽ കയറി അടിക്കാൻ വേണ്ടി ശത്രു ചുറ്റും നിൽക്കുമ്പോ കർത്താവ് ഇസ്രായേലിനോട് പറയാ, പേടിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ശത്രു തകർക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുമ്പോ അനേകായിരങ്ങളുടെ നടുവിൽ യോശുവയോട് പറഞ്ഞു, യോശുവയെ നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തരും നിന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ നോക്കുമ്പോ ഇവിടെ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന മോനുണ്ടല്ലോ, അവനെ ഉള്ളത് കുഞ്ഞായിട്ട് തോന്നുന്നേ. അപ്പം കൊച്ചനോട് ചോദിക്കാണ്, മോനെ നിനക്ക് താജ്മഹലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്താ അവന്റെ പ്രായത്തിൽ അവൻ കേട്ടിട്ടുണ്ട്, അപ്പൊ പിക്ചർ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കാണാൻ സാധ്യതയില്ല ആവട്ടെ എന്തായാലും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അവന്റെ പേരൻസ് ചോദിക്കുകയാണ്, മോനെ താജ്മഹൽ കാണാൻ ആഗ്രഹമുണ്ടോ? പിള്ളേരെ സംബന്ധിച്ചിടത്തോളം കറക്കാൻ പോകുന്നത് വലിയ ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞ് എപ്പോഴും പറയും, എന്നെ കറക്കാൻ കൊണ്ടുപോകുന്നേ. അപ്പൊ പിള്ളേർക്ക് ഇഷ്ടമാണ് ഇത്. അപ്പൊ ചോദിക്കുകയാണ്, മോനെ താജ്മഹൽ കാണാൻ ആഗ്രഹമുണ്ടോ? കൊച്ചുങ്ങളല്ലേ, ഇഷ്ടമാണ്. അടുത്ത ദിവസം രാവിലെ അതിന്റെ അമ്മയും അപ്പനും
ഒരു ബാഗും കൂടെ തോളിലോട്ട് തൂക്കി ഒരു 15,000 രൂപയും കൂടെ കൈ കൊടുത്തിട്ട് പറയാണ്, മോൻ പോയി താജ്മഹൽ അല്ല എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? അത് അമ്മയുടെ മുഖത്തോട്ട് നോക്കൂ, എങ്ങോട്ട് പോകണം ഞാൻ? കാര്യം അതിനുള്ള പരുവം കൊച്ചായിട്ടില്ല. പക്ഷേ അതിന്റെ അമ്മയും അപ്പനും നാളെ കയ്യെ പിടിച്ചോണ്ടേ ഡൽഹിയിലേക്കാകട്ടെ അന്റാർട്ടിക്കയിലാകട്ടെ കൊണ്ടുപോവാണെങ്കിൽ അതിന് വല്ല ആശങ്കയുണ്ടോ? അതിനറിയാം അവന്റെ കയ്യെ പിടിച്ചത് സാധാരണക്കാരനല്ല, എന്റെ അപ്പനാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കണം. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല ഇവിടെ നിന്ന് സ്തോത്രം പറയുന്നേ, രോഗമില്ലാഞ്ഞിട്ടല്ല. പ്രതിസന്ധികളുടെ നടുവിലും കൂളായിട്ടിരുന്ന് കയ്യടിക്കാനും ആത്മാവിൽ ആരാധിക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കയ്യെ പിടിച്ചൊരരുമനാഥനുണ്ട്. ഈ സുവിശേഷത്തിൽ ഒരു പ്രസക്തി എന്താണെന്ന് അറിയാം? പ്രതിസന്ധി ഇല്ലെന്ന് പറയുന്നതല്ല, നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും രോഗത്തിന്റെ നടുവിലും വേദനയുടെ നടുവിലും നിന്നെ കയ്യെ പിടിക്കാനുള്ള അരുമനാഥൻ ഉണ്ടെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ശക്തി. അപ്പൊ കർത്താവ് ഇവരെ പറഞ്ഞു വിടുകയാണ് നിയോഗത്തോടെ. എന്നിട്ട് ഇവരോട് 3 നിയോഗങ്ങളാണ് കർത്താവ് ഇവർക്ക് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. ഈ 3 നിയോഗങ്ങൾ എന്താണെന്നറിയാം? ഈ 3 നിയോഗങ്ങൾ സുവിശേഷത്തിന്റെ 3 നിസ്തുല്യതകളാണ്, സുവിശേഷത്തിന് മാത്രമുള്ള പ്രത്യേകതകൾ. നമുക്ക് വായിക്കാം. 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. കർത്താവ് പറയാണ്, ഒരു കാര്യം ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. സുവിശേഷത്തിന്റെ ആദ്യത്തെ പ്രത്യേകത, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോ, നിങ്ങളൊരു വ്യക്തിയെ കാണുമ്പോ യേശു ഇല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പറയണം, യേശു നിങ്ങൾക്ക് സമാധാനം തരും. എന്റെ പ്രിയപ്പെട്ടവര്, അസ്വസ്ഥത നിഴലിക്കുന്ന, അസമാധാനം തളക്കെട്ടി നിൽക്കുന്ന ഈ ലോകത്തിൽ സമാധാനം തരുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല കുടുംബങ്ങൾക്കകത്തും സമാധാനമില്ല, പല കുടുംബങ്ങൾക്കകത്തും സ്വസ്ഥതയില്ല. അസമാധാനത്തിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, വിഷക്കുപ്പി കയ്യിലെടുക്കാതിരിക്കാൻ, കയറിനകത്ത് ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ, ട്രെയിനിന്റെ മുമ്പിൽ ചാടി ചാകാതിരിക്കാൻ, ഈ ദേശത്ത് മരണരേഖ മാറാൻ ഈ യോഗം സ്വർഗം സംഘടിപ്പിച്ചിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ അസമാധാനത്തിന്റെ നിഴലിൽ കഴിയുന്ന ചിലതിന് ശുഭപ്രതീക്ഷയാണ് ഈ സുവിശേഷ യോഗം. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമുക്കിത് പറയാനൊരു ഭയങ്കര ആവേശമാണ്. കാര്യം 2013 ഞാൻ പ്രസംഗിച്ചു തുടങ്ങുന്നത്. 10 വർഷമായിട്ടുള്ളൂ. ആദ്യ സമയങ്ങളിലൊന്നും അത്യാവശ്യം ഇന്നുപോലും പ്രസംഗിക്കാൻ അറിയത്തില്ല. പക്ഷെ അസമാധാനത്തിൽ കഴിയുന്ന, ഒരു പ്രതീക്ഷയില്ലെന്ന് വിചാരിക്കുന്ന പല എണ്ണത്തിന്റെയും മനസ്സിൽ നിന്ന് സംഭവിക്കുന്ന മാറ്റം കാണുമ്പോൾ എങ്ങനെ ഇത് നിർത്താൻ പറ്റും? ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാന്യ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫേസ്ബുക്കിലോ എന്റെ യൂട്യൂബിലോ എന്റെ മെസ്സേജ് കേട്ടണം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പൊ പ്രാർത്ഥിക്കാം. പറഞ്ഞു, മൊബൈലിൽ കൂടെ പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ സ്ഥലം വിടാ. പറഞ്ഞു, കുണ്ടറയാണ്. അപ്പൊ ഞാൻ അടുത്ത ദിവസം കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ നമ്മൾ ഇവിടെ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. കൊട്ടാരക്കര വിട്ടു മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴും ആ ദൃശ്യം മറക്കത്തില്ല. കുണ്ടറയില് ഞാൻ വന്ന് ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പച്ചീറോ കാറിൽ ഈ മനുഷ്യൻ വന്നു. കാറപ്പുറത്ത് നിർത്തിയിരിക്കാൻ നടന്നു വന്നിട്ട് നല്ല കതർമുണ്ടും കതർ ഷർട്ടൊക്കെ ഇട്ടിട്ടൊരു നല്ല സുന്ദരനായ സുമുഖനായ ഒരു മധ്യവയസ്കൻ. കാണുമ്പോഴേ അറിയാൻ ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല, വാഹനവും ആ വരവും ഒക്കെ കാണുമ്പോൾ അറിയാം. പക്ഷെ മുമ്പിൽ വന്നു ചെയ്തിട്ടുണ്ടല്ലോ, പിള്ളേര് കരയുന്ന പോലെ കരയുക. ഞാൻ നോക്കുമ്പോ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഈ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല, മുഖം ഇങ്ങനെ പൊത്തുന്നുണ്ട്, പിന്നെ കരയാണ്. കരച്ചിൽ നിർത്താൻ പാടുപെടുന്നുണ്ട്, നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചാൽ കരയാതെ കാര്യം പറ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഈ മനുഷ്യന് ഒറ്റ കാര്യം, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടെ ഒറ്റ കാര്യം ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത് പറയാനാ പാസ്റ്ററെ, 3 മാസമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വാഹനത്തിൽ പോകുമ്പോൾ ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയാം? ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നല്ലോ. എന്തിനാ നമ്മൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു? ഇത്രയും സൗണ്ടിനിടയിലും സുഖമായിട്ട് ഉറങ്ങുന്നവരൊക്കെ ഉണ്ട്.
ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞ അവരെ ഒന്നും വിളിക്കാൻ പാടില്ല. കാരണം കർത്താവ് ഒരു സ്വസ്ഥത തന്നോണ്ടല്ലേ. ഉറക്കഗുളിയെ കൊടുത്തിട്ട് പോലും പലരും ഉറങ്ങാതിരിക്കുകയാണ്. തിരിഞ്ഞും പറഞ്ഞും കിടക്കുമ്പോൾ ഇതിനകത്ത് വന്നു സ്വിച്ചിട്ട പോലൊക്കെ ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ. എന്ന് പറയാൻ കാര്യം, ഞാൻ നോക്കുമ്പോൾ ഇത്രയോ സൗണ്ട് ആയിട്ട് ഒരു അച്ഛൻ ഇന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അച്ഛനും ഉണർത്തിയതാ ഞാൻ പറഞ്ഞത്. സ്വസ്ഥതയാണ്. പക്ഷെ ഇടയ്ക്ക് ഉണരുമ്പോഴെങ്കിലും ഒരു സ്വന്തം പറഞ്ഞേക്കണം. കാര്യം പലർക്കും ഉറക്കമില്ലല്ലോ. നമുക്ക് ദൈവം ഉറക്കം തന്നതോ ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയപ്പെട്ട, ചുമ്മാതല്ല. കാര്യം എന്താണെന്നറിയാമോ? എന്തിനാ സമാധാനം കർത്താവ് ഹൃദയത്തിൽ തന്നെന്നറിയാമോ? ആ വചനമൊക്കെ എന്നോട് അറിയാവുന്നൊരു ചേർന്ന് പറയണം. ബൈബിളിലെ വാക്യ പഴയ നിയമത്തിലെ പ്രവാചകൻ യേശുവിനെ ആത്മാവിൽ കണ്ടു വിളിച്ചു പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം പ്രഭു. കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്റെ പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഏതോ യോഗങ്ങളിൽ ഒരു ദിവസം സ്വസ്ഥതയില്ലാത്ത നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായെങ്കിൽ ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുന്നു, തീർത്ഥാടനം വേണ്ട, ദാനധർമ്മങ്ങൾ വേണ്ട, യാഗം, യോഗ, ഹോമ, പെരുന്നാളുകൾ, ആചാരങ്ങൾ ഒന്നും വേണ്ട, ഒരു മെഴുകുതിരി പോലും കത്തിക്കണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത് സമാധാന പ്രഭുവായ യേശു വരണമെന്ന് പ്രാർത്ഥിച്ചാൽ, നാളെയല്ല, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. സമാധാനം തരാൻ യേശു അല്ലാതെ മറ്റൊരു നാമമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നോടൊപ്പം തന്നെ നമ്മൾ പറയാറുള്ളൂ, ഒരു കുഴി ചാവാതിരുന്നതാ ഒരു പയ്യൻ, ഒരു ചെറുപ്പം, എന്റെ കൂട്ടുകാരൻ. ഇവന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവൻ മിലിറ്ററിയിലെ ഉന്നതമായ, ഇവന്റെ പപ്പ മിലിറ്ററിയിൽ ഉന്നതമായ ജോലി വഹിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. രണ്ടു നില വീടാണ്. അന്നത്തെ കാലത്ത് 2002 കാലഘട്ടങ്ങളിൽ കോളേജുണ്ട് വീട്ടില്. എല്ലാ സംവിധാനം, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ 4 മണിയായപ്പോ ബെല്ലടിച്ചപ്പോ ഞാൻ നോക്കുമ്പോ ഇവൻ പോകുന്നില്ല. ഞാൻ നേരെ അകത്ത് കയറി ചോദിച്ചു, നീ പോകുന്നില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു. അപ്പം ഇവിടെ കഥ പറയാൻ തുടങ്ങി. ഇവന്റെ അപ്പം നാട്ടിൽ വന്നു, അത്രയുള്ള വിഷയം. ഇയാൾ വിഷയം നല്ല മദ്യപിക്കും. എന്ന് വെച്ചിട്ട് ഭാര്യയ്ക്ക് നല്ല അടിയടിക്കും, പിള്ളേർക്ക് കൊടുക്കും. 3-4 ദിവസമായിട്ട് കന്നാലി തൊഴുത്തിലാണ് പിള്ളേർ കഴിയുന്നത്. എന്നിട്ട് പാണ്ടിങ്ങനെ വെളിയിലോട്ട് പൊക്കി കാണിച്ചു. നോക്കുമ്പോൾ ആട്ടിച്ച് പദം വരുത്തി വെച്ചിരിക്കുക. എന്നോട് പറഞ്ഞു, പോകുന്ന വഴിയില്ലേ വണ്ടി കയറി ചാവാൻ പ്രാർത്ഥിക്കടാ. ഞാനപ്പോ ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം. അന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ ഞാൻ പറയാം. ഒരു ഓടിട്ട വീട്, മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. നമ്മുടെ വീട്ടിലെ പാത്രമെല്ലാം ഇറക്കി വെക്കുന്ന നാട്ടുകാരുടെ പാത്രവും കൂടെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവന്റെ വീട്ടിൽ കോളിസ് കാണും, നമ്മുടെ വീട്ടിൽ ഒരു സൈക്കിൾ പോലും ഇല്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കയറാൻ ഒരു സന്തോഷമാണ്. അതെന്താ കാര്യം എന്നറിയോ? കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്. അതിന്റെ പേരാണ് സമാധാനം. അതെങ്ങനെ വന്നു? നല്ല കുടുംബത്തിൽ ജനിച്ചോണ്ടാണോ? വിദ്യാഭ്യാസം കൊണ്ടാണോ? കാശ് ഉള്ളത് കൊണ്ടാണോ? അല്ലല്ലല്ല. എന്റെ ഹൃദയത്തിനകത്ത് യേശു വന്നു. ഇന്ന് രാത്രി ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത് ക്രിസ്തുവാണെങ്കിൽ കൈയടിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? ഈ സമാധാനം നമ്മുടെ കർത്താവ്. ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കണം. എന്റെ ആ മനസ്സിനകത്ത് ദൈവാത്മാവ് ഒരു പ്രവചനത്തായിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. നമ്മൾ ഇതിനകത്തുള്ളവർ മാത്രമല്ല കേൾക്കുന്നത്, പുറത്തുള്ളവരുമാണ്. എന്നാൽ ദൈവജനമെന്നറിയപ്പെട്ട ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് കർത്താവ് ഒരു പറച്ചിൽ പറഞ്ഞു, യെരൂശലേമേ, നിന്റെ സമാധാനത്തിനുള്ള വഴി. പഴയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണി ആയിരുന്നെങ്കിലും സ്വസ്ഥതയുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന പല കുടുംബത്തിനകത്ത് തോരാ കണ്ണീരാ, സ്വസ്ഥതയില്ല, കയ്യിലിരിപ്പ് കൊണ്ട് അസമാധാനം കയറിയിരിക്കുക. ഇന്ന് വചനം കേൾക്കുന്ന ഒറ്റ കുടുംബത്തിനകത്തും ശത്രു താണ്ഡവമാണരുത്. ഒരു ഭവനത്തിനകത്തും അശുദ്ധമായത് സംഭവിക്കരുത്. പരസ്യ മീറ്റിംഗ് ആയതുകൊണ്ട് പരസ്യമായി വിളിച്ചു പറയല്ല, പക്ഷെ ദൈവാത്മാവ് വിരൽ ചൂണ്ടി വിളിച്ചു പറയുന്നു. അകത്ത് സംഭവിക്കുന്ന ചിന്തിരിപ്പുകൾ, അകത്ത് സംഭവിക്കുന്ന വിള്ളലുകൾ, ഇതൊക്കെ അവസാനിച്ചിട്ട് മടങ്ങി വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ അവർക്കായിട്ട് സ്വന്തം. സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതൊരു സമാധാനത്തിന്റെ സന്ദേശം. യേശു പറഞ്ഞു, നിങ്ങൾ
നിനക്ക് സമാധാനം. ഇനി അതിന് രണ്ടാമത്തെ പ്രസക്തി നമുക്ക് വായിക്കാം. 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അല്ല 10-ന്റെ 9-ാം വാക്യം. അതിലെ രോഗികളെ സൗഖ്യമാക്കണം. മതി. അപ്പൊ കർത്താവ് പറയുകയാണ്, ഒന്ന്, ഇത് സമാധാന സന്ദേശമാണ്, സുവിശേഷം. രണ്ട്, ഇതിനകത്ത് സമാധാന സന്ദേശമല്ല, ഇതിനകത്ത് എന്തോ ഉണ്ട്? രോഗസൗഖ്യമുണ്ട്. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറുമ്പോ, പട്ടണത്തിലേക്ക് കയറുമ്പോ ഒരു രോഗിയെ കണ്ട വീഴരുത്, കൈവച്ചേക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത് എഴുതിയതാരാ ഒന്ന് പറഞ്ഞേ. ലൂക്കോസ് ആരാ? വൈദ്യൻ. പുള്ളിക്ക് രോഗിയെ കണ്ടപ്പോൾ മനസ്സിലാവും. അത്യാവശ്യം മെഡിക്കൽ സയൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഈ പറഞ്ഞു വിട്ട 70 സ്കൂളിന്റെ വരാത്ത കണ്ടിട്ടില്ലല്ലോ. മെഡിക്കൽ സയൻസ് എന്ന വാക്ക് ഉച്ചരിക്കാൻ അറിയത്തില്ലല്ലോ. സ്വതം ABCD അറിയാത്ത ഈ പാവങ്ങളോട് പറയാണ്, മീൻ പിടിക്കുന്നതായിരിക്കും പറഞ്ഞ് സാരയില്ലെന്നേ, കയ്യങ്ങ് വെച്ചേക്കണം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. കാര്യം എന്താണെന്നറിയാം, അത് 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ശക്തി അധികാരവും തരുമെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ കാര്യം ഇവിടെ നോക്കുക, എനിക്കിവിടെ ആരെയും പരിചയമില്ല. പക്ഷെ എന്തായാലും കണ്ടപ്പോൾ മനസ്സിലായി, കഴിവുള്ളവരാണ്, താലന്തുള്ളവരാണ്. നമ്മൾ അസാധാരണമാകണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ അകത്തേക്ക് ഈ ശക്തി, അധികാരവും അഭിഷേകവും അങ്ങോട്ട് വീണാൽ പിടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ മണ്ണിൽ നമ്മെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അല്ല, നാം താമസിക്കുന്ന വീടല്ല, നമ്മുടെ ബന്ധങ്ങളല്ല, നമ്മുടെ അകത്ത് കർത്താവ് പറഞ്ഞ അഭിഷേകം. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, കേവലം സമാധാനം മാത്രമല്ല ഇവിടെ പറയാൻ പോകുന്നേ. ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ രോഗസൗഖ്യവും സംഭവിക്കും. മാരക രോഗങ്ങളാകട്ടെ കർത്താവിന് മാറ്റാൻ പറ്റും. എന്റെ പപ്പ ഒരു മിഷനറി. അപ്പൊ ഇദ്ദേഹം ഭൂട്ടാന്റെ ഇന്ത്യയുടെ ബോർഡറിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസംഗമൊന്നുമല്ല. പിന്നെ പപ്പയുടെ സ്വഭാവത്തിന് ഞങ്ങളുടെ നാട്ടിൽ വന്നാലും പറയും, പപ്പ പ്രസംഗിക്കണ്ട. എന്റെ കാര്യം പ്രസംഗിച്ചാൽ 10 പേരെ പുള്ളി പിണക്കും. ആ ഒരു നേച്ചറാണ്. പക്ഷെ ഇത് MLA കണ്ടാലും 2 മിനിറ്റേ ഉള്ളെങ്കിലും മുഖത്ത് നോക്കി പറയും, രക്ഷിക്കപ്പെട്ടില്ലേ സ്വർഗത്ത് പോകുന്നില്ല. അപ്പൊ ആ ഒരു കട്ടൻ റൈറ്റാണ്. നമ്മുടെ നാട്ടിൽ ഒരു കുടുംബമുണ്ട്, ഒരു സാമുദായിക പാരമ്പര്യത്തിലുള്ള ഒരു കുടുംബമാണ്. നല്ല കുടുംബം. പക്ഷേ നമ്മുടെ പല ആൾക്കാരെ പോലെ ഒരു സ്വഭാവമുണ്ട്, പെന്തക്കോസ്തുകാരെ കണ്ടുകൂടാ. പിന്നെ പാസ്റ്റർമാരെ പ്രാർത്ഥിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം ഏതോ വലിയ സംഭവം ഒരു ചിന്തയാണ്. അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ പപ്പ ഈ വീട്ടിലോട്ട് കയറി ചെന്നു. അതിന് കാരണമുണ്ട്. ആ വീട്ടിൽ ഒരു അച്ഛനുണ്ട്, 4.5 വർഷമായിട്ട് തളർന്ന് കിടക്കുക. ചെന്നിട്ട് അമ്മമ്മ ഇറങ്ങി വന്നിട്ട്, എന്ത് പാസ്റ്ററേ എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നേ. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തോ കേൾക്കത്തില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാനിവിടെ പ്രാർത്ഥിക്കാം പറഞ്ഞു. വേണ്ട, നമ്മളന്നെങ്കിൽ ഇറങ്ങിപ്പോരും. പക്ഷെ പപ്പ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇറങ്ങിപ്പോവാൻ നേരം നമ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ആവശ്യമുണ്ടല്ലേ വിളിക്കാൻ പറഞ്ഞു. പപ്പന് പോയി. പിറ്റേന്ന് രാവിലെ എന്താ കർത്താവ് ഇടപെട്ടതായിരിക്കും. അമ്മാമ്മ വിളിക്കുക. വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ വന്ന ആ വീട്ടിലെ അമ്മാമ്മ. മനസ്സിലായി. വൈകിട്ടൊന്ന് വരാമോ പ്രാർത്ഥിക്കാൻ? അപ്പോൾ പറഞ്ഞു, വരാം. പക്ഷെ 2 ഡിമാൻഡ്. ഒന്ന് 8 മണി കഴിഞ്ഞേ വരാം, ഒറ്റയ്ക്കേ വരാം. കാര്യം എനിക്ക് മനസ്സിലായല്ലോ. ആരെയും കാണാൻ പാടില്ല, പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ കയറിയത്. വിടുതലല്ല വിഷയം, നാണക്കേട്. അങ്ങനെ ചിന്തിച്ചു വെച്ചേക്കാറുണ്ട്. ഈ എന്താ പറയുന്നത്, ദുരഭിമാനം, അതാ വിഷയം. അപ്പം ഈ അമ്മാമ്മ പേടിച്ചതിനേക്കാളും ഞങ്ങൾ പേടിച്ചു. അമ്മേനോട് പറഞ്ഞു, മോനെ പപ്പയുടെ സ്വഭാവം നിനക്കറിയാം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും തീർന്നു. വിളിച്ചൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു കാര്യമായിട്ട്. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, പപ്പ ആദ്യമായിട്ട് പോവല്ലേ, വലിയ അന്യഭാഷ ഒന്നും പറയണ്ട, ശാന്തമായി പോയി പ്രാർത്ഥിച്ചിട്ട് പോരാൻ. അപ്പം പറഞ്ഞ് തീരുന്നതിന് എന്നോട് പറഞ്ഞു, ഞാൻ അന്യഭാഷ പറയും. എനിക്ക് മനസ്സിലായി, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രതീക്ഷിച്ചതിനേക്കാളും വലുതാണ് സംഭവിച്ചത്. 8 മണി കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നു. 10 മിനിറ്റ് കൊണ്ട് നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞു. ആശ്രയിനകത്ത് കയറിയിട്ടുണ്ട്, പെന്തക്കോസ്തുകാരുടെ യോഗനകത്ത് നടക്കുന്നുണ്ട്. ഒരാളെ ഉള്ളെങ്കിലും അതുപോലുള്ള ശബ്ദമായിരുന്നു. എന്നാൽ ഇനി വരരുത് എന്ന് പറയാതിരിക്കാൻ കർത്താവ് ആദ്യ ദിവസം ഒരു അത്ഭുതം ചെയ്ത്. എന്നറിയോ, 4.5 വർഷമായിട്ട് തളർന്നു കിടന്ന അച്ഛന്റെ കൈ അനങ്ങി, കാല് ചലിച്ചു.
അപ്പൊ പിറ്റേന്ന് രാവിലെ അമ്മാമ വിളിച്ചിട്ട് പറയുക, പാസ്റ്റേ ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു, അച്ഛന്റെ കൈ ചലിച്ചു. അപ്പൊ പപ്പ പറഞ്ഞു, അതല്ലേ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നടക്കും. ഇന്ന് വരുമോ പാസ്റ്റേ? പപ്പ പറഞ്ഞു വരാം. അപ്പൊ ഒരു കാര്യം ചെയ്ത് തന്നെ വരണ്ട, അമ്മമ്മയെ കൊണ്ടുപോവാ. അപ്പൊ ആ അമ്മാമ മര്യാദ കാണിച്ചു. പപ്പ ഒരു മര്യാദയും കാണിച്ചില്ല. പപ്പ അപ്പുറത്തെ വീട്ടിൽ അച്ഛൻ അമ്മാമ, ഒരു പെന്തക്കോസുകാരൻ, ഇപ്പുറത്തെ വീട്ടിൽ അച്ഛൻ അമ്മാമ, അങ്ങനെ 4-5 വീട്ടിൽ ഒരു 10-17 പേരുമായിട്ടൊക്കെ പോയി. പക്ഷെ സംഭവിച്ചൊരു വലിയ മിറക്കിൾ ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ആഴ്ച 3 ദിവസമുള്ള പ്രാർത്ഥന, അവരുടെ വീട്ടിൽ എന്നും പ്രാർത്ഥനയാണ്, എന്നും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു അത്ഭുതം നടന്നു. എന്നറിയാം, 4.5 വർഷമായിട്ട് തളർന്നു കിടന്ന് ഡോക്ടർമാർ ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു, കൈ ചലിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, എവിടെ നടക്കും ഇങ്ങനൊരു അത്ഭുതം? ഇവിടെ പ്രസംഗിക്കുന്നത് ജീവനുള്ള ദൈവത്തെ കുറിച്ചല്ലേ. ഇതിനകത്ത് കേവലം അക്ഷരം മാത്രമല്ല, ഇതിനകത്ത് രോഗസൗഖ്യമുണ്ട്, ഇതിനകത്ത് ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ രോഗവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ ദൈവപ്രവൃത്തിക്കായി ചിലതുണ്ട്. അതിനകത്ത് പ്രാർത്ഥനയിൽ വിടുതലുകൾ നടക്കും. അത് അനുഭവിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ടത് 3 ക്രൂശുകളാണ്. അതിലെ നമ്മുടെ ചിന്ത എന്നറിയാമോ, 2 കള്ളനും 1 യേശുവിനും വേണ്ടിയാണ്. നല്ലല്ല, കുരിശ് യേശുവിനോ? ക്രൂശ് ആർക്ക് വേണ്ടിയുള്ളതാണ്? സ്വന്തം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ക്രൂശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ ചിഹ്നമാണ്. ക്രൂശ് എന്ന് പറയുന്നത് ക്രിമിനൽസിനുള്ളതാണ്. ഒരു പൊട്ടുപോലെ പോലും തെറ്റില്ലാത്ത യേശുവിനെ ക്രൂശിൽ കയറ്റാൻ പറ്റുമോ? നമുക്കറിയാം, കർത്താവ് തന്നെ ലോകത്തോട് നോക്കി വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തു. കർത്താവ് ക്രൂശിക്കണതപ്പോ കള്ളം പോലും പറഞ്ഞു, ഇല്ലില്ല, ഇത് തെറ്റുകാരനല്ല, നമ്മൾ തെറ്റുകാരനാ, പക്ഷെ ഇവൻ വിശുദ്ധനാ. 4 കോടതികൾ മാറി വിസ്തരിച്ചിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, അവര് തെറ്റില്ലെന്ന് മാത്രമല്ല, ഇവൻ നീതിമാനെന്ന സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു. കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂദ പറഞ്ഞു, ഇവൻ കുറ്റമില്ലാത്ത രക്തം. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, അവൻ നീതിമാന, അവന്റെ കാര്യത്തിൽ നീ ഇടപെടല്ലേ. ഇത് കണ്ടോണ്ടിരുന്ന സദാശിവൻ വിളിച്ചു പറഞ്ഞു, യേശു ഒരു തെറ്റും ചെയ്തവനല്ല. അങ്ങനെ തെറ്റില്ലാത്ത ഒരുവനെ ക്രൂശിൽ കയറ്റാൻ പറ്റുമോ? അതിന് ഉത്തരം ഞാൻ പറയാം. ആ കിടക്കുന്നത് കർത്താവിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. ബറബ്ബാസിന്റെ സ്ഥാനത്താണ് യേശു ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കേറേണ്ട സ്ഥാനത്താണ് യേശു കയറിയത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ 2:24 പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറ്റി എന്നല്ല, ക്രൂശിൽ അവൻ കയറി. അത് കണ്ടിട്ടാണ് യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവനെ അടിപ്പിടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കയ്യിൽ ആണി അടിക്കാൻ പറ്റുമോ? പക്ഷെ കരങ്ങളിൽ ആണി അടിച്ചത് ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടിയാ. നമ്മുടെ ശരീരത്തിനകത്ത് മാംസം വലിച്ചു കീറത്തക്ക രീതിയിൽ അടികൊണ്ടു. ആ അടി സാധാരണ അടി ആയിരുന്നില്ല. അടിക്കാൻ വേണ്ടി അകത്തോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്ന മനുഷ്യൻ താണ്ടിതാ എന്ന് പറഞ്ഞ പോയ പരുവത്തിനല്ല തിരിച്ചു വന്നത്. ഉഴവിച്ചാൽ പോലെ ശരീരം കീറപ്പെട്ടവനായി, മാംസകഷണങ്ങൾ ഇളകി മാറിയവനായി, അസ്ഥി കാണത്തക്ക രീതിയിൽ അടികൊണ്ടത് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നമുക്ക് വേണ്ടി, ഈ ഉച്ചഭാഷണിയുടെ വചനം കേൾക്കുന്ന ഈ ദേശത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവനെ കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കാൽവരി വഹിച്ചത് പാപം, ആ കാൽവരി മരിച്ചത് ശാപം, ആ കാൽവരി മരിച്ചത് രോഗമാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി കാൽവരി മരിച്ച ആ കുഞ്ഞാടിനെ ഈ കൺവെൻഷന്റെ 2ാം രാത്രി ഇവിടെ ഉയർത്തിയിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവല്ലാതെ പാപബന്ധത്തിൽ നിന്നും നിന്നെ വിടുവിക്കാൻ, ശാപത്തിന്റെ കെട്ടഴിച്ച് നിന്നെ മോചിപ്പിക്കാൻ, രോഗബന്ധന മരിച്ച് നിന്നെ മോചിപ്പിക്കാൻ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് അല്പസമയം ആത്മനിറവിൽ കർത്താവിൽ ആരാധന. ഹല്ലേലൂയ.
ഒരു 4 വരി പാട്ട് പാടുക, ഒരു പഴയ പാട്ട്. നമ്മുടെ സഹോദരനോടൊന്ന് സഹായിക്കും. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ അനുഭവിക്കുന്ന പനിയ തലവേദനയല്ല കേട്ടോ, നമ്മുടെ പാപരോഗം അതഴിച്ചു. ഹല്ലേലൂയ. നമ്മെ ഇമ്മാനുവേലവൻ തന്നെ നടത്തിയിടുമേ. നമുക്കറിയാവുന്ന പാട്ടാണല്ലോ. കരങ്ങൾ അടിച്ചൊന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കും. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ഇത് സമാധാനത്തിന്റെ സന്ദേശം. 2, ഇതിനകത്ത് പാപരോഗമഴിഞ്ഞ സ്ഥലമാണ് ക്രൂശ്. സുവിശേഷം അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ക്രൂശിന്റെ വചനമാണ്. ഇനി 3ാമത്തെ പ്രസക്തി 10:9 തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പോകുമ്പോ സമാധാന സന്ദേശം പറയണം, പിന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയാണ്, ദൈവരാജ്യം കൃത്യമായിട്ട് എന്താണ് പറയണമെന്ന് പറഞ്ഞാൽ വിട്ട് അവിടെ ചെന്നിട്ട് സൈക്കിളെ വാ, ബൈക്കേ വാ, കാറേ പോ എന്നുള്ള സുവിശേഷം ഒന്നും പറയരുത്. കറക്റ്റ് പറയണം. മാനസാന്തരം എന്താണ് സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ? ദൈവരാജ്യം സമാഗതമായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, പാപം വഴി വിട്ടു വാ. ഈ ദേവദാസന്മാരോട് ചോദിച്ചാലേ, സത്യം പറഞ്ഞ ഈ ദൂത് കേൾക്കാന്ന് പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥന കുറിക്കാത്ത ദൂത് കേൾക്കാന്ന് പറയുന്നത് 1,00,000 രൂപ കിട്ടുന്നതിനേക്കാൾ സന്തോഷം. അപ്പൊ ഈ ദൂത് കിട്ടുമ്പോ ചിലപ്പോ കരയും, ചിലപ്പോ ഉണ്ടല്ലോ വിറയ്ക്കും. ഈ ദൂത് കർത്താവിലേക്ക് നൽകിയപ്പോ ഈ ദേശത്തോട് പറയുമ്പോ ഭയത്തോടാണ്. പാപ വഴി ഉപേക്ഷിക്കണം, അധാർമികത ജീവിത നിലവാരം വെടിയണം, എന്നിട്ട് യേശുവിലേക്ക് വരണം. ഇതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അധർമ്മിയായാലും ഭാവിയായാലും കൊടും കുറ്റവാളിയാണെങ്കിലും മോചനമുണ്ട് യേശുവിന്റെ അടുക്കൽ. പക്ഷെ വരാതെ മോചനമില്ല. ഞാൻ പിന്നീട് അത് പറയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിർത്താം. ഇനി പെന്തക്കോസ്തുകാരോട് പറഞ്ഞോട്ടെ, നമ്മുടെ ചർച്ചകളിലും പെന്തക്കോസ്തുകാരോട് ഇതേ പറയാനുള്ളൂ, എന്ത്? റിപ്പന്റൻസ്. പക്ഷെ അതിന് കയ്യടി കിട്ടത്തില്ല, അംഗീകാരം കിട്ടത്തില്ല, അതിന് സ്വന്തം ആരും കൂടെ നിൽക്കത്തില്ല. പക്ഷെ കാര്യമായിട്ട് പറയാൻ ആൾ വേണം. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് യേശുവിനെ ക്രൂശിൽ കെട്ടിയത്, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് പൗലോസിന്റെ തല കെട്ടിയത്, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചത്, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ജോൺ മാർക്കിനെ കുതിരയുടെ വാളിൽ കെട്ടിയിട്ട് അലക്സാണ്ടറുടെ തെരുവിലൂടെ വലിച്ചത്. പക്ഷെ 2023 സന്ദേശത്തിന് മാറ്റമില്ല, മാനസാന്തരം. പക്ഷെ ഇനി ശ്രദ്ധിച്ചോണം, ഇത് പറയാൻ തൻ്റെ ഇടമുള്ള ചിലത് വേണം. കർത്താവ് ഇത് പറയാനാ പറഞ്ഞു വിട്ടേ. എൻ്റെ ജീവിതം മാറി കുറച്ച് സന്ദേശം കാര്യം പറയാം. ഞാനൊരു ഇൻബിൽറ്റ് പ്രീച്ചർ അല്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തുമില്ല. ഒരു 6 വർഷം മുമ്പ് വരെയുള്ള കാര്യം പറയുന്നത്. എൻ്റെ പ്രായമുള്ളവരും എന്നെക്കാളും പ്രായം കുറഞ്ഞവരും ഒക്കെ കർത്താവിന് വേണ്ടി വേദി കത്തുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അത്രയൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ തെറ്റില്ലാതെ വചനം പറയാൻ ഒരു കൃപ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കർത്താവേ.
അപ്പോൾ എന്നോട് രാത്രി ഒരു ദിവസം കർത്താവ് ഇടപെടുകയാണ്, മോനെ നിനക്ക് കഴിവൊന്നും വേണ്ട, പിന്നെ പ്രാസം ഒപ്പിച്ച് പറയുകയും വേണ്ട, ഞാൻ എന്തെങ്കിലും നിന്റെ വായിലോട്ട് തന്നാലേ, ആദരത്തിൽ തന്നാലേ, കാര്യമായിട്ട് കീശയെ നോക്കരുത്, കാശും നോക്കരുത്, ആളെ നോക്കരുത്, തരവും നോക്കരുത്, അച്ചായനാണോ നോക്കരുത്, സാധാരണക്കാരനാണോ നോക്കരുത്, കാര്യമായിട്ട് പറഞ്ഞാൽ ദൂത് ഞാൻ തരാം. അതുകൊണ്ട് ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് പറയാം പ്രസംഗം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷയവും ഇല്ല. ഇവിടെ പറയാനുള്ളത്, ദേശത്തോട് പങ്കുവെക്കാനുള്ളത് ഞാൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഇരമ്യാവിനെ ദൈവം വിളിച്ചിട്ട് ഇരമ്യാവോട് പറയുകയാണ്, ഇരമ്യാവെ ചിലതിനെ പൊളിക്കണം, ചിലതിനെ പണിയണം, ചിലതിനെ കെട്ടണം, ചിലതിനെ അഴിച്ചുവിടണം, ചിലതിനെ നിർമ്മൂലമാക്കണം. ഇരമ്യാവ് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയില്ല. കർത്താവ് പറഞ്ഞു സംസാരിക്കാൻ അറിയണ്ട, എവിടെങ്കിലും പോകാൻ പറഞ്ഞാൽ നീ പൊക്കോണം, എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നീ പറയണം. അതിനെന്തിനാ കഴിവ്? എന്നെ അത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 2-3 ആഴ്ചക്ക് മുമ്പ് ഒരു യോഗത്തിന് ഞാൻ പോയി. ഒരു പഴയ ചർച്ചാണ്. അപ്പം കർത്താവിന്റെ ദാസകൻ നമ്മുടെ പാസ്റ്റർക്കാർക്ക് പ്രായമുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു, 10, 75, 78 വയസ്സുണ്ട്. ഇപ്പം നമുക്കറിയാം, ഞങ്ങൾ ഈ ഇവിടെ നിൽക്കുമ്പോൾ സാധാരണ ഇത്രയും ദൂരത്ത് അധ്യക്ഷൻ ഇരിക്കാറില്ല. സാധാരണ യോഗങ്ങളിൽ തൊട്ട് പുറകിലായിരിക്കുന്നത്. 2 കാര്യമാണ്. ഒന്ന് ലീഡ് ചെയ്യുക, 2 ചില ആൾക്കാരുണ്ട് ഒരു 9 മണി സമയം പറഞ്ഞാൽ പിന്നെ സൂപ്പർ ഫാസ്റ്റ് പോലെ പോകും. അങ്ങനെ പോകുമ്പോൾ പുറകിലിരിക്കുമ്പോൾ അധ്യക്ഷൻ ഒരു പിടി പിടിക്കും. നിങ്ങൾ കാണത്തില്ല, ഇതിങ്ങനെ ഈ മറ ഉണ്ടായതുകൊണ്ട് ഒരു പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സമയം കഴിഞ്ഞ് നിർത്താനാണ്. അപ്പം നമ്മളും കുറച്ച് നാളായി പ്രസംഗിച്ച് തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് 10 മിനിറ്റ് കൊണ്ട് എടുക്കണം. അപ്പം ഞാനൊരു പരിപാടി ചെയ്തു. ഞാൻ നേരെ പിന്നെ പുറകോട്ട് പോയതില്ല, ഞാൻ മുമ്പിലോട്ട് ഇറങ്ങി. ഈ പുറകിൽ പിടിവരാതിരിക്കാനാണ് മുമ്പിൽ ചാടിയത്. പക്ഷേ ഒരു അത്ഭുതം, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ ഒരു 5 മോളെ പ്രായം കാണത്തില്ല, അതിനേക്കാളും കൊച്ചൊരു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ള കൊച്ചും കൊണ്ട് വന്ന് പറയാം പാസ്റ്ററുകൾ പറഞ്ഞു നിർത്താൻ. അപ്പൊ യോഗം കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതമായിരിക്കും. അപ്പൊ യോഗം കഴിഞ്ഞപ്പോ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ പറയാൻ എന്തിനാ കൊച്ചിനെ പറഞ്ഞു വിട്ടെ? അപ്പോൾ പാസ്റ്റർ പറയാണ് ആ സൈസേ ആ കറക്റ്റ് സൈസിന് അടിക്കൂ. കൊച്ചിനെ എന്നെ പ്രസാദിച്ചിട്ട് വല്ല കാര്യമില്ല. ദൂത് പാസ്റ്റർ പറഞ്ഞു നിർത്താൻ, അതാ ദൂത്. നടക്കാൻ കാലമുണ്ട്, പറയാൻ അത്തരമുണ്ട്. കാര്യമായി വന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഉള്ളതിനെ ദൈവത്തിന് മതി. ഈ തലമുറയിലുണ്ടല്ലോ വലുതോ ചെറുതോ ഒന്നും നോക്കണ്ട, ഇത് പറയാൻ ചിലത് വേണമെന്നേ. ആരെയും സോപ്പിടാതെ, ആരെയും പോളിഷ് ചെയ്യാതെ, പാപത്തെ പാപമെന്ന് പറയാൻ, അശുദ്ധി എന്ന് പറയാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ആള് വേണം. അങ്ങനെയാണെങ്കിൽ സഭകൾക്കകത്ത് അനുതാപം ഉണ്ടാവും, പാപബോധം ഉണ്ടാകും, ജനത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകും. നമ്മുടെ ഏത് പ്രസ്ഥാനങ്ങളായാലും അങ്ങനെ 10 എണ്ണം ഉണ്ടെങ്കിൽ സഭകൾക്കകത്ത് ശുദ്ധീകരണം സംഭവിക്കും. പൊക്കി അടിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. ഇവിടെ ഉയർത്താൻ യേശു അല്ലാതെ ആരുടെ പേരാ ഉള്ളത്? ഞാൻ ഇതുവരെയുള്ള ചെറിയ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നറിയാം, മനുഷ്യനെ പൊക്കല്ലേ അവൻ തന്നെ തിരിഞ്ഞടിക്കും. ആ സമയം കൊണ്ട് തമ്പുരാനെ ഉയർത്ത്. ഇന്നലെയും ഇന്നും ഇവിടെ പ്രസംഗം നടന്നു. പക്ഷേ ഇവിടെ 2 ദിവസം പ്രസംഗം കഴിയുമ്പോൾ ഇന്നലെ പ്രസംഗിച്ചാണോ, ഇന്ന് പ്രസംഗിച്ചാണോ, അല്ലെങ്കിൽ ലീഡ് ചെയ്താണോ, പാട്ടുപാടിയാണോ ഒന്നും ഇവിടെ ഉയരരുത്. പൗലോസ് പറഞ്ഞു ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു എന്ന് പറഞ്ഞാൽ പാടിയാലും വരയ്ക്കപ്പെടുന്നത് യേശുവായിരിക്കണം, പ്രസംഗിച്ചാലും വരയ്ക്കപ്പെടുന്നത് യേശുവായിരിക്കണം. ചെറിയ കൺവെൻഷൻ ആകട്ടെ, ദേശത്തെ യേശുവിനെ ഉയർത്തണം. കാര്യം ഈ ദേശത്ത് സമാധാനം തരാൻ, ശാന്തി തരാൻ യേശുവല്ലാതെ മറ്റൊരു നാമമില്ലല്ലോ. ഈ സുവിശേഷ യോഗത്തിനകത്ത് ഞാൻ ഈ പ്രസംഗം കൺവെൻഷനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു, എന്റെ ആഗ്രഹം പല കൺവെൻഷനിൽ എന്താണെന്നറിയാം, അകത്തൊരു യോഗം, നമ്മുടെ വലിയ കൺവെൻഷൻ പോലെ അകത്തൊരു യോഗം, ഓഡിറ്റോറിയത്തിലൊരു യോഗം. പിന്നെ കഴിഞ്ഞ ദിവസം യോഗത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ആ പുറത്ത് ആരെങ്കിലും കേൾക്കണ്ടേ? ഇത് എന്തായാലും ഇങ്ങനൊരു സിസ്റ്റം വെച്ചത് നന്നായി. ഇതാണ് യോഗത്തിന്റെ പ്രസക്തി. നമ്മൾ എത്ര കേട്ടതാണ്, നാട്ടുകാർ കേൾക്കണമെന്നേ. അവനെ രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യം നമ്മുടെ അകത്താ. സ്വസ്ഥതയില്ലാതെ കഴിയുന്നവന് സമാധാനം തരാൻ, സൗഖ്യം തരാൻ, അവനോട് ദൈവരാജ്യം പറയാൻ നമുക്ക് കിട്ടിയ അവസരമായത്. ഇന്ന് രാത്രി സകല സംഭവങ്ങളും വിളിച്ചു പറയുന്നു നമ്മുടെ കർത്താവ് വരാറായി. എന്നാൽ ഈ സന്ദേശം ദേശത്തോട് വിളിച്ചു പറയാൻ 2 ദിവസത്തെ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുക. രക്ഷിക്കപ്പെടാൻ യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പം ഈ 3 നിയോഗം കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. ഇവര് ഈ നിയോഗമേഖലത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് ആ വായിക്കുന്നതിന്റെ ഒരു സന്തോഷമാണ്. 10-17 വാക്യം. ആ 70 പേര് ആ വാക്കുറച്ചെന്ന് പറഞ്ഞ് എങ്ങനെ വന്നെന്ന സന്തോഷത്തോടെ
മഹാസന്തോഷത്തോടെ മടങ്ങിയെന്നാണ്. കാര്യം എന്താണെന്നറിയോ? കർത്താവ് ഏൽപ്പിച്ച കാര്യം ചെയ്തിട്ട് വന്നാലും സന്തോഷമാണ്. ഇത് കേട്ടോണം, ഇവിടെ കേട്ടോണം. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ അധികം ഇല്ല. എന്നാലും നമ്മുടെ പിള്ളേരൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ അറിയത്തില്ലയോ? നിങ്ങൾ മിണ്ടായിരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഭാഷ പഴയ കാലമൊന്നും അല്ല, ഇന്നെല്ലാവരും പഠിക്കും. അത് സത്യം. എന്റെ ചർച്ചയിൽ ഒരു മോക്ക് ഫുൾ A+. അപ്പൊ ഞാൻ അവിടെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ അടുത്ത ദിവസം എല്ലാ സന്തോഷവും പോയി. ഞാൻ ചോദിച്ചു, മോഡൽ സ്കൂളിൽ എത്ര പേർക്കുണ്ട് ഫുൾ A+? അവിടെ എന്നോട് പറഞ്ഞ കാര്യം 130. ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ കാലം കുറച്ചും കൂടെ കഷ്ടമായിരുന്നു. 210 മാർക്ക് മേടിച്ച് ജയിച്ച കാലം. അന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, മണിക്കുട്ട ഒന്നും എഴുതിയില്ല അമ്മേ. പിന്നെ അപ്പുറത്തെ സൂസമ്മ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇപ്പുറത്തെ ചിഞ്ചു എഴുതിയിട്ടില്ല. അത് ചിന്തിക്കുമ്പോഴേ ചിന്തിച്ചോളെ, ഇവൻ ഒന്നും എഴുതിയിട്ടില്ല. അതിനാണ് ഇവൻ എടുക്കുന്ന എക്സ്ക്യൂസ് ആയത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തില് 210 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളവൻ വരുന്ന വരവുണ്ടോ? അത് കോപ്പി അടിച്ചാവട്ടെ, എന്നാലും അവൻ മോഹൻ ആകുമ്പോഴാണ് അവൻ കാര്യം പറ്റിച്ച് വന്നതിന്റെ സന്തോഷമാണ്. എൻ്റെ വീടിനടുത്തൊരു സുഹൃത്ത് അത്യാവശ്യം ഒരു ചെറിയ ലൈവൊക്കെ പോകുന്നുണ്ട്. പേര് പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന പേര് കറക്റ്റ് അല്ല കേട്ടോ, കറക്റ്റ് അല്ല. കാരണം നാളെ അവനെന്നെ പിടിക്കും. അപ്പൊ എന്നെക്കാൾ 4 വയസ്സ് മൂത്രാണ് ആള്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് 10ാം ക്ലാസ് പാസ്സായത്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. 3 വർഷം തോറ്റു. 4ാമത്തെ ക്ലാസ് 213 മാർക്ക് മേടിച്ച ആൾ ജയിച്ചു. പക്ഷെ ഇവൻ വന്ന വരവ് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. കാര്യം ഈ നമ്മുടെ ജംഗ്ഷനിലുള്ള ചായക്കടയിലാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. അപ്പൊ ഈ ഷിബു എന്ന് പറയുന്ന, ഞാൻ പേര് കറക്റ്റ് അല്ല കേട്ടോ. അപ്പൊ ഈ ഷിബു ഇങ്ങനെ ട്യൂഷന് പോകുമ്പോഴെല്ലാം പറയും, ഈ വർഷം ജയിക്കോടാ. അപ്പൊ ഈ കുറ്റം പറയുന്നത് മുഴുവൻ ഇവരുടെ അകത്ത് കിടക്കണം. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ റിസൾട്ട് അറിഞ്ഞു വരുന്നത്, ആ ചായക്കടയുടെ അവിടെ നിർത്തിയിട്ടേ ഒരു ചായ എനിക്കും മേടിച്ചു. എന്നിട്ട് അകത്തോട് നോക്കിയിട്ട് പറയാണ്, ഷിബു ജയിച്ചു. എനിക്ക് മേലാൽ എന്നെ കുറ്റം പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ജയിച്ചു എന്നതിന്റെ സന്തോഷമാണ്, കാര്യം സാധിച്ചതിനുള്ള സന്തോഷം. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്നറിയോ, ഒരു ഭൗതികമായ ഒരു അക്കാഡമിക് വിഷയത്തിൽ ഒരുത്തർ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്ത് കഴിയുമ്പോൾ സന്തോഷം ഭയങ്കരമാണ്. ഈ കൺവെൻഷന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ ഇന്നുള്ള ടെൻഷൻ നാളെ കാണത്തില്ല. അവരുടെ മുഖത്തോട് നോക്കിയാൽ അതിൽ കൊച്ചു ചിരി കാണും. ആ ചിരിയുടെ കാര്യം എന്നറിയോ, വലിയ ആളൊന്നും കൂടിയില്ലെങ്കിലും കാര്യം പറഞ്ഞു. എന്തിനാ? സുവിശേഷം പറയാനുള്ള ദൗത്യമേ നമുക്കുള്ളൂ. റിസൾട്ട് തരുന്നത് ദൈവമാണ്. ഈ വിത്ത് ഇങ്ങനെ വാരി വിതറിക്കോണം, ഏൽപ്പിച്ച ദൗത്യം ചെയ്തോണം. ഈ സകല രോഗവും മാറാനും മനസ്സിന് സന്തോഷം വരാനും ഒരു നല്ല മരുന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പപ്പ മിഷനറിയാണ്. അപ്പൊ നമുക്ക് 2-3 ഫീൽഡുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പം എല്ലാ ഫീൽഡിലും പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഒരു ഫീൽഡ് ഇച്ചിരി പ്രയാസമായിരുന്നു ആദ്യം. എന്തെന്നറിയാമോ? പാന ആ ഫീൽഡിന്റെ പേര്. അവിടെ സൈക്കിൾ ചവിട്ടിയാണ് പോകുന്നത്. അപ്പൊ ഈ സൈക്കിൾ ചവിട്ടാൻ എനിക്കുള്ള പ്രയാസം കൊണ്ടൊന്നും ഞാൻ പോകുന്നില്ല. 14 കിലോമീറ്റർ ഉണ്ട്, ഇത്രയും ചവിട്ടി പോകണം. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടല്ലോ, വേറെ ഏത് ഫീൽഡിൽ പോകുന്നതിനേക്കാളും തിരിച്ചു വരുമ്പോ ഈ പാനയെ പോയിട്ട് തിരിച്ചു വരുമ്പോ പപ്പടം പോകുന്നൊരു പ്രത്യേക സന്തോഷമാണ്. അന്ന് ഒരു രോഗമില്ല, അന്ന് ഒരു ക്ഷീണവുമില്ല. അപ്പൊ ഞാനും ഒന്ന് പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ സ്ഥിരം പോകാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, സകല കാലുവേദനയും മാറും, തേയ്മാനവും മാറും, തലവേദനയും മാറും, നടുവേദനയും മാറും. 4 പേരോട് സുവിശേഷം പറഞ്ഞ നമ്മൾ 4 ഉപവാസം ഇരുന്ന് പ്രാർത്ഥന ഇരുന്നതിന് അകത്ത് അടച്ചുകൂട്ടിയിരിക്കാനല്ലല്ലോ. ഈ ദേശം യേശുവിനെ അറിയണം. ഇതിനല്ലേ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നേ. ഇറങ്ങിയിട്ടേ 4 പേരോട് സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ചു 40 ഇരിക്കുന്നതിനേക്കാൾ പവനാ. ഇനി ഒരു കാര്യം പറയാം, ഈ ചർച്ചിനകത്തും ദൈവം ആത്മാക്കളെ തരും. ഈ ദേശത്ത് മതം മാറ്റുന്ന പരിപാടി അല്ലിത്, ആളെ കൂട്ടുന്ന പരിപാടിയല്ല. സുവിശേഷ യോഗത്തിനൊരു റിസൾട്ട് ഉണ്ട്. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവമാണല്ലോ. ഇവിടുത്തെ ആരാധനയിൽ ആ കെട്ടു പൊട്ടണം, പൊട്ടി സുവിശേഷം അകത്തു കയറി ഇതിനകത്തു വന്നാൽ ഇവിടെ നിറയും. അത് വിശ്വസിക്കുന്നവർ. അവിശ്വാസമൊക്കെ മാറട്ടല്ലേ. ആത്മാവിൽ പ്രതികരിച്ചോ? 2ാം സംഘടനക്ക് പറയാ, എന്നോട് ചോദിച്ചു കൊടുക്കാൻ ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. നിർമ്മല സുവിശേഷം, പഥ്യവചനം ദേശത്ത് വിളിച്ചു പറയുമ്പോൾ ജനം വിടുവിക്കപ്പെടും.
ജനം മഹാസന്തോഷത്തോടെ വരിക. കർത്താവിന്റെ ശിഷ്യന്മാരെ 12 ഒരെണ്ണമായും പോയി. പക്ഷെ ഈ 70 പോയതിൽ 70 പോരും. കറക്റ്റ് കാര്യം സാധിച്ചിട്ടോ. ഇവര് വന്ന് പറഞ്ഞ ആ വാക്കൊന്ന് ചിന്തിച്ചേ. വന്ന് പറഞ്ഞ റിസൾട്ട് കർത്താവേ നിങ്ങളുടെ വാക്യം ശ്രദ്ധിച്ചല്ലോ. എന്താ വന്ന് പറഞ്ഞേ? കർത്താവേ. അപ്പൊ ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ്. അറിയാമോ ചോദിക്കാം. ഇവരോട് ചെയ്യാൻ പറഞ്ഞ 3 കാര്യം എന്തൊക്കെയാ? ഒന്ന്, യേശു ഇല്ലാത്തവന്റെ മുഖം നോക്കി പറയണം സമാധാനം. ആ തിരിച്ചു വന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടോ? അത് നിങ്ങൾ നോക്കിയിട്ട് പറ. ഇല്ല. രണ്ടാമത്തെ കാര്യം എന്തുവാ? രോഗിയെ കാണുമ്പോ എന്നാ ഇവര് വന്നിട്ട് ജസ്റ്റ് ഒരു തലവേദനയുള്ളവനെങ്കിലും സൗഖ്യമാക്കി എന്ന് പറയണ്ടേ? ഒന്നും പറഞ്ഞില്ല. അതും പറഞ്ഞില്ല. മൂന്നാമത് എന്ത് പറഞ്ഞേ? ദൈവരാജ്യം. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയപ്പോ കറക്റ്റ് ദൂത് ഞാൻ പറഞ്ഞു, ഇത് പറയണ്ടല്ലേ. പക്ഷെ ഇവര് പറഞ്ഞില്ല. ഇവരൊന്ന് പറഞ്ഞെന്നറിയാം, കർത്താവേ നിന്റെ നാമത്തിൽ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവര് പറഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞ റിപ്പോർട്ട് തെറ്റായിട്ടാ പറഞ്ഞതെങ്കിൽ കർത്താവ് സ്റ്റോപ്പ് ചെയ്തില്ലയോ? അതിന് വേറൊരു സന്ദർഭത്തിൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവ് പറഞ്ഞ എനിക്ക് അറിയത്ത് പോലും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. കർത്താവുണ്ടല്ലോ. അത് കേട്ടപ്പോ അവര് പറഞ്ഞതിന്റെ കൂടെ ആട് ചെയ്ത് പറയുകയാണ്, ഞാനും ഒരു കാഴ്ച കണ്ടു. നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറിയപ്പോ, പട്ടണത്തിലേക്ക് കയറിയപ്പോ സാത്താൻ മിന്നൽ പോലെ നിലത്തു വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. എന്നിട്ട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കണം, ഗൗരവമുള്ളൊരു കാര്യം. ആ വചനം അകത്ത് കയറിയ ദൈവത്തെ ആരാധിച്ചോണം. എന്നറിയാം, കർത്താവ് പറഞ്ഞെന്നറിയാം, സുവിശേഷം എന്ന് പറയുന്നത് കേവലം സമാധാന സന്ദേശം അല്ല, കേവലം പാപരോഗം അടിയുന്ന സന്ദേശം മാത്രമല്ല, കേവലം മാനസാന്തര സന്ദേശം മാത്രമല്ല. ഇത് ഒരു ഗ്രാമത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ അകത്ത ആളില്ലേ, സാരയില്ല, കാലിലെ പൊടി തട്ടിക്കളഞ്ഞേക്കണം. പക്ഷെ അത് ദേശത്ത് അന്തരീക്ഷത്തിൽ നമ്മൾ പറയുമ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തിക്കെതിരെയുള്ള പോരാട്ടം, ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന ദേശാധിപ ശക്തിക്കുള്ള വെട്ടം. സുവിശേഷം എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല, ശത്രുവിനെതിരെയുള്ള പോരാട്ടം. അത് പ്രിയപ്പെട്ടവരെ, മതത്തിനെതിരെയുള്ള യുദ്ധമല്ലിത്. ഒരു വിശ്വാസങ്ങൾക്കും എതിരെയുള്ള യുദ്ധമല്ല. നമ്മൾ മതങ്ങളെ ബഹുമാനിക്കുന്നു, നമ്മൾ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷെ ദേശത്ത് തിന്മയിടുന്ന, ദേശത്ത് ആത്മഹത്യ പ്രവണതയിടുന്ന, ദേശത്ത് ലൈംഗിക അരാജകത്വങ്ങളിടുന്ന, ദേശത്ത് കലഹങ്ങളിടുന്ന, ദേശത്ത് കലാപങ്ങളിടുന്ന, ദേശത്ത് അസാർമാർഗികത കൊണ്ടുവരുന്ന ശത്രുവിനെ വെട്ടാനുള്ള ആയുധമാണ് സുവിശേഷം. ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ പാസ്റ്ററെ മദ്യപിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങ് കുടിച്ചു പോവാ. നേരെ ചൊവ്വ ജീവിക്കണം 4 കൊണ്ട് പാസ്റ്ററെ, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, കൗൺസിലിംഗ് സെന്ററിന് കഴിയാത്തതും ലഹരി വിമോചന കേന്ദ്രങ്ങൾക്ക് കഴിയാത്തതും സുവിശേഷം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചെങ്കച്ചൂടല്ല ഞാൻ പ്രസംഗിച്ചേ. അപ്പൊ എന്റെ കൂടെ പാസ്റ്റർ പറയാണ്, ഇല്ലിരിക്കുന്ന ചേട്ടനെ കണ്ടോ? ഞമ്മളില്ല, ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ഇപ്പുറത്തിരിക്കുന്ന ചേട്ടനെ അറിയാമോ? ഇല്ല. പുള്ളിക്ക് 17 കേസായിരുന്നു സ്റ്റേഷനിൽ. അപ്പൊ ഇന്ന ആളെ അറിയാമോ? ഇദ്ദേഹം SI വെട്ടി താഴെ കുഴിയിട്ടതാ. അപ്പൊ ഞാൻ ചോദിച്ചു, നേരെ ചൊവ്വയുള്ളത് വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ 3-4 പിള്ളേര് കാണും. ഞാൻ ചിന്തിച്ചു, മെരുങ്ങാത്തതൊക്കെ മെരുക്കി കൊണ്ടുവന്ന് അകത്തിരുത്തിയതേ ഈ സുവിശേഷല്ലേ. സ്വതം ഞാൻ പ്രസംഗിച്ച് ഈ കവലയിലെ പ്രസംഗം നിർത്തരുതെന്ന് തീരുമാനമെടുത്തൊരു സംഭവമുണ്ട്. അത് പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ ഞാൻ പ്രസംഗിക്കുക. ചൊവ്വാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അന്ന് കുറെ കൂടെ ചെറുപ്പമാണ്, 1 വർഷമായിട്ടില്ല, 5-6 വർഷം. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളി കൈയൊക്കെ മടക്കിയൊക്കെ മേളി കുത്തി, എന്നിട്ട് ബീഡി ഇങ്ങനെ വലിച്ചിട്ട് ഉടുപ്പൊക്കെ അങ്ങോട്ട് ചുരുട്ടി വെച്ചിട്ട് നല്ലോണം വീശിയിട്ടുണ്ട്. എന്റെ മുമ്പിൽ നിന്ന് വരട്ടുക, പ്രസംഗിക്കാം. അപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാം, നീ പ്രസംഗിക്കണം കാണണ്ട. ഞാൻ നോക്കുമ്പം
ഇയാളുടെ മുഖത്തോട് നോക്കിയാൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പുള്ളി മാറത്തില്ല. ഏത് സമയത്ത് അടിയും വീഴും. ആ രീതിയിലാണ് പുള്ളിയുടെ നിപ്പ്. ഞാൻ ചെന്നാൽ ഒരു കാര്യം ചെയ്യാം, സൈഡൊന്ന് മാറി പ്രസംഗിക്കാം. ഞാൻ ഇതിൻ്റെ ടേബിൾ ഫാം കറങ്ങുന്ന പോലെ പുള്ളി എൻ്റെ കൂടെ കറങ്ങുവാണ്. ഞാൻ സൈഡിൽ വന്നപ്പോൾ പുള്ളി അവിടെ വന്നു, ഞാൻ ബാക്കിൽ വന്നപ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ കറങ്ങി. അപ്പം പിന്നെ പ്രസംഗിച്ച് തീർക്കണ്ടേ. അപ്പം അതിന് ഞാനൊരു പരിപാടി ചെയ്തു, കണ്ണടച്ചങ്ങ് പ്രസംഗിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഏത് പരുവായെന്ന് അറിയാൻ വേണ്ടി ഞാൻ കണ്ണോടൊന്ന് നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ കുഞ്ഞാടിനെ പോലെ നിൽക്കും. കയ്യിലൊക്കെ മര്യാദയ്ക്ക് അഴിച്ചിട്ടുണ്ട്, വീഡിയോ ഒന്നും കയ്യിലില്ല, കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യന്റെ. അപ്പം സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കൈ എടുത്തിട്ട് തലയിലോട്ടങ്ങ് വെച്ചു. കുടിച്ചേനെ കൂടാ, എന്നാലും ആകട്ടെ, എടുത്ത് കൈയിലോട്ടൊക്കെ വെച്ചു. പ്രാർത്ഥിക്കുക ഭാഷ. അപ്പം മറ്റേ അപ്പുറത്ത് നമ്മുടെ ഭാഷ പറഞ്ഞിട്ടുണ്ട്, അവരെ നോടത്തോട് പ്രാർത്ഥിക്കല്ലേ എന്നാ. അപ്പം ഞാനെന്തായാലും പ്രാർത്ഥിച്ചപ്പോഴോട് പറഞ്ഞു എന്റെ വീട്ടിൽ വരെ ഒന്ന് വരാമോ. അപ്പൊ അപ്പുറത്ത് നിന്ന് വണ്ടിക്കാരൻ ഇയാൾ കേൾക്കാൻ പറയണം, അങ്ങോട്ടൊന്നും പോകല്ലേ, ഇവൻ വിവരം കേട്ടവൻ നല്ല തല്ലുതല്ലിപ്പൻ. ഞാൻ നോക്കിയപ്പം എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി വരില്ലേ, കൊണ്ടുവന്നെങ്കിൽ 2 കൊള്ളട്ടെ, ഞാനും വരാമെന്ന് പറഞ്ഞു. പക്ഷെ അത്ഭുതം എന്നറിയാം, ഈ നിൽക്കുന്ന 7 ഉപദേശിമാരുണ്ടെന്ന് ഞാൻ ചോദിച്ചു, ഒരെണ്ണമെങ്കിലൊന്ന് വരുമെന്ന് വിചാരിച്ചു. ഒന്നും വന്നില്ല, പേടിച്ച് ഒരെണ്ണോ അറിയിക്കണം. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ കൂടെ പോയി അടുക്കള വഴി അകത്തോട്ട് കയറുന്നേ, ഈ തേങ്ങ കൂട്ടിയിട്ടേക്കുന്നുണ്ട്, അതുപോലെ അടിച്ച കുപ്പികളെല്ലാം കൂടെ കൂട്ടിയിട്ടു. നേരെ ഹോളിലേക്ക് പ്രവേശിച്ചു. ഭയങ്കര വീടാണ്, ബിസിനസ് കുട്ടിച്ചൂടി നശിപ്പിച്ചതാണ്. അപ്പൊ ഭാര്യയും 2 പിള്ളേരുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം സൗകര്യം ചോദിക്കുകയാണ്, എന്തിനാ ഭാഷ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു പുള്ളിയുടെ മദ്യപാനം മാറാം. പുള്ളി പറയാം തൊലയാൻ പ്രാർത്ഥിക്കാൻ. ഭാര്യ പറയും ഇയാളെ മുമ്പിൽ വെച്ച്. അതുപോലെ വെറുത്തു ഈ മനുഷ്യനെ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലോ മനുഷ്യൻ മുട്ടുമേലങ്ങ് വീണു. എന്നിട്ട് ആളറി കരയാൻ തുടങ്ങി, യേശുവേ എന്നെ രക്ഷിക്കണേ. പക്ഷെ തിരിച്ചു വന്നപ്പോഴും എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ എനിക്കൊരു കോള്, ഇപ്പൊ അച്ഛൻ ഈ പുള്ളി പറഞ്ഞേക്കണോ, ഈ ചേട്ടൻ പറഞ്ഞതാ, എന്റെ പാസ്റ്ററെ കഴിഞ്ഞ രാത്രിയിലെ ഒരു തുള്ളി മദ്യം എന്റെ നാട് തൊട്ടില്ല, ഞാൻ സുഖമായിട്ട് തുടങ്ങി. ഇന്ന് 2023 ആ ദേശത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി ആ ചർച്ചിലെ നെടുന്തൂണാക്കി ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ദൈവം മനുഷ്യനെ മാറ്റി. ഇന്ന് ഭാര്യയ്ക്ക് നല്ല ഭർത്താവ്, മക്കൾക്ക് നല്ല അപ്പൻ, നാട്ടുകാർക്ക് നല്ല മനുഷ്യൻ. ഇങ്ങനെ മാറ്റാൻ ഏത് ലഹരി വിമോചന കേന്ദ്രത്തിനും പറ്റും. ഇങ്ങനെ മാറ്റാൻ ഏത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റും, ഏത് നിയമത്തിന് പറ്റും. തകർന്നവരെയും പണിതെടുക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി ദേശത്തോട് ഈ സുവിശേഷ സന്ദേശം വിളിച്ചു പറയുമ്പോ രക്ഷയുടെ സന്ദേശം ഉയർത്തി പറയുക, സ്നേഹിത, മദ്യപാനത്തിൽ നിന്നും നിനക്ക് മോചനം ആവശ്യമുണ്ടോ? വേറെ എങ്ങും പോണ്ട, ഉത്തരം യേശു. നീ ആത്മഹത്യയെ കുറിച്ച് തീരുമാനിക്കുകയാണോ? കയ്യിലെടുക്കരുത്. നിനക്ക് മോചനത്തിന് ഏക ഉത്തരം യേശു. നിന്റെ ഹൃദയം തകർന്നിരിക്കുകയാണോ? ആ തകർന്ന ഹൃദയത്തെ പണിതെടുക്കാൻ ഏക നാമം യേശു. ഒരുപക്ഷെ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ തകർന്ന നിന്നെ എന്നെ പോലുള്ളവരെ പണിതെടുത്തതുപോലെ പണിതെടുക്കാൻ കഴിവുള്ള യേശുവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തിയിട്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് രാത്രി അകത്തളങ്ങളിൽ ആമേൻ പറയാൻ ലഭിച്ച ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളടിച്ചു കർത്താവിനോട് സ്തോത്രം ചെയ്യാറ്. ദേശത്ത് രക്ഷയ്ക്കുള്ള സന്ദേശം വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നു, യേശുവല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇവിടെയുള്ള നമ്മുടെ കൂടെ കേൾക്കാൻ പറയണം. സാധാരണ ക്ഷണിക്കത, പിശാചിന്റെ ക്ഷണിക്കത മിന്നൽ പോലെ നിലത്ത് വേണം. അല്ലെ ലൈംഗമ്പിയെ ഇപ്പം പൊട്ടിച്ച് കളയെന്ന് പറഞ്ഞ് പറന്നിങ്ങോട്ട് വന്നിട്ട് കാക്കി അടിച്ച് താഴ്ന്നുണ്ടോ? അപ്പം ഈ സാധാരണ മിന്നൽ പോലെ നിലത്ത് വീണെന്ന് പറയുമ്പോ ഇതുവരെ കാണാത്ത ഒന്ന് കണ്ടെങ്കിൽ അകത്ത് അഭിഷേകമുള്ളവർ കയറിക്കൊണ്ട് അഭിഷേകമുള്ളവരെ ഇതൊന്നും ഏക്കത്തില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സാത്താനെ ചവിട്ടാൻ അധികാരം വന്നിട്ടുണ്ടെങ്കിൽ അവൻ കാൽക്കീടാണ്, അവൻ നമ്മുടെ മേളിലല്ലെന്ന് തിരിച്ചറിയണം. ഇത് നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ
നമുക്ക് സാധാരണ കയ്യടി വരുമ്പോഴ ബന്ധനം കെട്ട് ആഭിചാരം ശൂദ്രം മന്ത്രവാദം ഇതൊക്കെ പറയുമ്പോൾ അറിയാതെ ഉണർവ് വരും. അകത്ത് അഭിഷേകമുള്ളവരെ കെട്ടാൻ ഏത് മന്ത്രവാദത്തിന് കഴിയും, ഏത് ആഭിചാരത്തിന് കഴിയും, ഏത് ശുദ്ധത്തിന് കഴിയും. ആഭിചാരം ഇസ്രായേലിന്റെ ഫലിക്കുന്നില്ല. ഇതല്ലേ ദൂത്. പിശാചിന്റെ ഗതികേട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇയ്യോബിനെ ഒന്ന് നോക്കിയപ്പോഴേ കർത്താവ് ചോദിച്ചു, അവന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, നീ നോക്കിയോളൂ അവനെ. ഈ പിശാചിനെ നമ്മൾ മേടിച്ചോണ്ട് നടക്കുന്നത്. പിന്നെ പിശാചിന് ഒരു സന്തോഷം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ലെന്ന് അവൻ അറിയാം. അത് പിശാചിനൊരു പേടമാണ്. പിന്നെ ആ വാക്യ അവസാനം കണ്ടോ, നിങ്ങൾക്ക് ഒരു ദോഷവും. നമ്മുടെ ഇടയിൽ ചുമ്മാ കുറെ തെറ്റിദ്ധാരണകൾ പരതുന്നുണ്ടേ എന്ന് പറഞ്ഞാൽ കൈവക്കല്ലേ തിരിഞ്ഞടിക്കും. ഈ അടുത്ത സമയത്ത് ഒരു യോഗത്തിന് പോയപ്പോൾ ഒരച്ഛൻ എന്നെ കാക്കരാടൊന്ന് കൊണ്ടുപോകണം. ഒരു ടൗൺ ഹാളിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. അപ്പോൾ അസാധാരണമായ ദൈവസാന്നിധ്യം, പലതിനെയും ദൈവം തൊട്ടു, പല കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ചു. തിരിച്ചു വന്നപ്പോൾ ആ അച്ഛൻ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ ഉപദേശിക്കണമെന്ന് കരുതെങ്കിലും പറയാണ്, അങ്ങനൊന്നും ആരുടെ തലയിലൊന്നും കൈവെക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു വച്ചാൽ വിഷയം തിരിഞ്ഞടിക്കും. അതേത് പ്രമാണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വചനം പറയുന്നത് നിനക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല. നെഞ്ചത്ത് കൈവച്ച് പറയണം, എനിക്ക് എതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. ഇന്ന് രാത്രിയില് പിശാചിനെതിരെയുള്ള ഒരു അറ്റാക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സ്തോത്രത്തിൽ, ഇവിടെ പറഞ്ഞ ആരാധന, ഇവിടെ പിടിച്ചു പറഞ്ഞ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ സാധാരണ സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, അകത്ത് കടന്നൊരു സങ്കീർത്തനം വായിച്ച് ബഹളം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിയിട്ട് പിശാചിന്റെ കരവലയത്തിലുള്ള ഒന്നിനെങ്കിലും ഒന്ന് വിടുവിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് സുവിശേഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഈ ഒരു നിയോഗം നമ്മൾ ഏറ്റെടുത്തുകൊണ്ടേ പോകാം. എന്തിന്? അതെങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? അതുകൂടെ പറഞ്ഞു നിർത്താം. ഈ കർത്താവ് എടുക്കൽ വന്ന ന്യായശാസ്ത്രി ചോദിച്ചല്ലോ, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു. അവനെ കൊണ്ട് തന്നെ പറയിച്ചേ. പക്ഷെ അത് പറഞ്ഞതെന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവൻ പറഞ്ഞതെന്നറിയോ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം എന്നാണ്. ഇത് പരീക്ഷ അറിയത്തില്ല. അവനിവിടെ നിയമം വ്യവസ്ഥ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതുവരെ പറഞ്ഞ അനുഭവമല്ല, നീ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുക. നീ പറയുന്ന കേൾക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ദേശത്ത് നമ്മൾ ഉയർത്തുന്നത് മതമാണോ? അല്ല. ഈ ദേശത്തെ ഓരോരുത്തരെയും സൃഷ്ടിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ മകനായി മാറി ആ സൃഷ്ടാവിനെ സ്നേഹിക്കാനുള്ള നിയോഗമായത്. അതിനെന്താ ചെയ്യണ്ടേ? വചനം പറയാണ്. ഞാൻ ചിന്തിച്ചതേ, നമ്മളെ വിടുവിച്ചെടുത്തത് മാത്രമല്ല ഏറ്റവും വലിയ അത്ഭുതം, വിടുവിച്ച് നമ്മളെ കർത്താവിന്റെ മകനും അതുമാണ്. അതൊരു അത്ഭുതമല്ലേ? കേവലം രക്ഷിച്ചെടുത്തതല്ല. ആണോ? അല്ല. ഞാൻ ലളിതമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതം. ഒരുത്തൻ കുഴി വീണു. കുഴി വീണിട്ട് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുകയാണ്. അപ്പൊ ഞാൻ അതുവഴി പോയി. അപ്പൊ എന്നെ കണ്ടപ്പോ എന്നെ അറിയാവുന്ന പുള്ളിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ശിവേ ഞാൻ ഇപ്പൊ ചാവും, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രിയ ബ്രദറിനെ വിളിച്ചു. നമ്പർ എനിക്ക് കിട്ടി. അപ്പൊ നമ്പർ വിളിച്ചു. ഞാൻ ചോദിച്ചു എവിടെ ഉണ്ട്? അപ്പൊ പറഞ്ഞു ഞാൻ അടുത്തുണ്ട് അച്ഛാ. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് പോവാ, കീബോർഡ് വായിക്കുന്ന മോനെ കൂടെ വിളിച്ചോളണം. അപ്പൊ കീബോർഡ് എടുത്തു. പിന്നെ അത്യാവശ്യം സൗണ്ട് സിസ്റ്റം മേടിച്ചു. ഒരു 10,000 സൗണ്ട് എങ്കിലും വേണേ. അപ്പൊ സൗണ്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് വിളിച്ചു. 2 മണിക്കൂർ പാട്ടും പ്രസവം. ഇവൻ രക്ഷപ്പെടുവോ? അല്ല, ഇവൻ രക്ഷപ്പെടാതിരിക്കുന്ന ഭേദം. ഇവൻ രക്ഷപ്പെട്ടാൽ ആദ്യം വന്ന് എനിക്കും പരിപാടി പാടിയ കുളിയും കൊടുക്കും. എന്നിട്ട് പറയും, ചാവാൻ തുടങ്ങിയപ്പോ നിന്റെ പാട്ട് എനിക്ക് എന്തിനാണ്? അങ്ങനെ നിന്റെ പ്രസംഗമാണ് എനിക്ക് വേണ്ടുന്നേ. അല്ല, ഞാൻ പറയാണ്, നീ ചെരുപ്പിടാതെ നടന്നും. ഇവൻ കാലൊന്നും നിലത്തുറപ്പിച്ചിട്ട് വേണ്ട ചെരുപ്പിടാൻ. ഇവനോട് പറയാൻ, നീ മെഴുകുതിരി കത്തിച്ചാല്, നീ യാഗം നടത്തിയാൽ നീ രക്ഷപ്പെടും. തീർത്ഥാടനം നടത്തിയാൽ ദേഹദണ്ഡം ചാവാൻ പോകുന്നവന് എങ്ങനെ ദേഹദണ്ഡം നടത്താൻ പറ്റും? ചാകാൻ പോകുന്നവനെ എങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ പറ്റും? അവിടെ ആവശ്യം പ്രസംഗമല്ല, അവിടെ ആവശ്യം പാട്ടല്ല, അവിടെ ആവശ്യം തീർത്ഥാടനമല്ല, അവിടെ ആവശ്യം അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഒരു രക്ഷകനാണ്. എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഈ ലോകത്തിൽ നിരവധി മത നേതാക്കൾ ഉണ്ടായിട്ടും പാപത്തിന്റെ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഒരുവനേ ലോകത്തിൽ വന്നുള്ളൂ. ആ കർത്താവ്, അവരുടെ പേരാണ്
യേശു. ആ യേശുവിനെ ഇന്ന് രാത്രി പ്രസംഗിച്ചിട്ട് പറയുന്നു, ഒന്നും ചെയ്യേണ്ട, ഹൃദയത്തിനകത്ത് യേശു വന്ന രക്ഷയാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അടുത്ത വാക്ക് പറഞ്ഞേ, അവന്റെ മക്കൾ. എന്റെ കർത്താവിന്റെ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? നന്നായിട്ട്. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നിങ്ങളെ വെറുതെ ഉയർത്തിപ്പിടിച്ചതല്ല, മക്കളാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ, അപ്പനോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിൽ സുവിശേഷം പറയണം. ഈ സുവിശേഷ സന്ദേശം പറയുന്നത് നിർത്തരുത്. സ്നേഹത്തോട് പ്രതികരിക്കണമെന്ന്. എന്റെ കുഞ്ഞിനുണ്ടല്ലോ 8 വയസ്സാണ്. എന്റെ കൊച്ചിനൊക്കെ ഒരു മോൾ 8 വയസ്സാണ്. അപ്പൊ എന്റെ കുഞ്ഞിനോട് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചോണ്ട് ചോദ്യം, അപ്പ ഇഷ്ടമാണോ എന്നാണ്. അപ്പൊ ഇഷ്ടമാണോ ചോദിക്കുമ്പോഴെല്ലാം പറയും ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് ചോദിക്കുമ്പോൾ പറയും, അപ്പയ്ക്ക് വട്ടുണ്ടോ? അതിന്റെ കാര്യം എന്താണെന്നറിയാം? എന്തോ ചോദ്യം അപ്പൻ ചോദിക്കുന്നത്, എന്റെ അപ്പ ഇല്ലയോ, ഞാൻ അപ്പയുടെ കുഞ്ഞല്ലേ, എനിക്ക് സ്നേഹമില്ലായിരിക്കുവോ? പക്ഷെ ഞാൻ തിരിച്ചു ഉത്തരം പറയുന്നില്ലെങ്കിലും മനസ്സ് പറഞ്ഞൊരു കാര്യം ഉണ്ട്, വട്ടുള്ളത് കൊണ്ട് ചോദിക്കാനല്ല, കുഞ്ഞിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ആരാധന എന്നറിയാമോ? ഇത്രയേ ഉള്ളൂ. അകത്തുള്ള സ്നേഹപ്രകടനം പുറത്തൂടെ വെളിപ്പെടുന്നതാണ് ആരാധന. ചില ആൾക്കാരുണ്ട് ഭയങ്കര സ്നേഹമെന്നാ പറയുന്നത്, പക്ഷെ വന്നിരുന്നിട്ട് ഒരു സ്തോത്രം പോലും പറയുന്നില്ല. ചില അപ്പനും മക്കളും കണ്ടിട്ടില്ല, അപ്പനും മക്കളുമെന്നാ പറയുന്നത്, പക്ഷെ രണ്ടുപേരും കൂടെ മിണ്ടത്തില്ല. അങ്ങനെയുള്ളതിന് ദൈവത്തിന് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവർ, ചിലരെ കരഞ്ഞ് ആരാധിക്കും, ചിലരെ കൈയടിച്ച് ആരാധിക്കും, ചിലരെ തുള്ളിച്ചാടി ആരാധിക്കും. എന്തിനാ? രോഗമഴിയാനല്ല, കെട്ടുപൊട്ടാനുമല്ല. അപ്പനോടുള്ള മക്കളുടെ സ്നേഹപ്രകടനം അതാണ് ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നത്. നമ്മൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ആ മക്കളെന്ന പദവി കിട്ടിയതുകൊണ്ട് രക്ഷപ്പെടുക. ആ ഒരു പദവി നമുക്ക് കിട്ടിയത്. ഞാൻ കുഞ്ഞിന്റെ കാര്യം ഒന്നുകൂടെ പറയാം. ഈ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുണ്ടല്ലോ, ഇവിടെ പല കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷെ ഞാൻ ചിന്തിക്കായിരുന്നു, സത്യം പറഞ്ഞാൽ എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ വല്ലതൊക്കെ ഇവിടെ നടന്നേനെ. ഓടുന്ന കൊച്ചിനെ ഞാൻ വഴക്ക് പറയാം, എൻ്റെ അമ്മയും വഴക്ക് പറയാം. അങ്ങനെ കാലം. പക്ഷെ നമ്മുടെ കുഞ്ഞ് ജനിച്ചതോടുകൂടി ആ പരിപാടിയെ നിർത്തി. കാര്യം കഴിയുമ്പോൾ ചോദിക്കുക, ആദ്യം ഉപദേശയുടെ കൊച്ചിനെ ഇരുത്ത്, എന്നിട്ട് ഞങ്ങളുടെ കാര്യം. ചില പിള്ളേര് കാണിക്കുന്ന കുരുത്തക്കേട് കാണിക്കുമ്പോഴേ, സ്വന്തം അപ്പന്റെ മുമ്പിലൊക്കെ വെച്ച് ഈ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഈ മനുഷ്യൻ അപ്പനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നല്ലോ, ഞാനെങ്ങാണമായിരുന്നെങ്കിൽ എടുത്തങ്ങ് എറിഞ്ഞ്. അന്ന് കരുതിയതാ. നമുക്ക് കുഞ്ഞുണ്ടാക്കുമ്പോൾ മനസ്സിലായി, നമ്മുടെ വിധിയിൽ അധികം ഒന്നും ചെയ്യത്തൊന്നുമില്ല, എറിയത്തുമില്ല. വല്ലോന്റെ കൊച്ചായതുകൊണ്ടാണ് എറിയണമെന്നൊക്കെ തോന്നുന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ കഥ മാറും. ഈ പത്രോസിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പത്രോസെ, ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റാൻ ശത്രു എത്ര വട്ടം ചോദിച്ചാൽ നിന്റെ കൈവിരിപ്പ് നോക്കിയാൽ എന്നേ പോയത്. പക്ഷെ മോനായി പോയി കുഞ്ഞെ, തകർക്കാൻ പറ്റിയില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടാണ് തോന്നുന്നത്, മക്കളുടെ പദവിയാണ്. തെറ്റ് ചെയ്താലും ചേർത്ത് പിടിക്കുന്നൊന്നുമല്ല പറഞ്ഞു. പക്ഷെ എന്തായാലും ബലഹീനതകൾ ഉള്ളപ്പോഴും അപ്പന്റെ സ്നേഹം ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നേ തകരാനും എന്നേ ഇല്ലാതാകാനും ചേർത്ത് പിടിച്ച തമ്പുരാന്റെ കരുണയെ ഓർത്ത് ഇന്ന് രാത്രി ആരാധിക്കാൻ കഴിയുമെങ്കിൽ എത്ര പേര് മണ്ണിനടിപ്പോയി, എത്ര പേര് തകർന്നു പോയി, തകരാതിരുന്നത് ദൈവത്തിന്റെ കരുണ. ഈ അവകാശങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യം. മേഖലയിലുണ്ട്. എന്റെ പിതാവിനേക്കാളും പ്രായമുണ്ട്. നമ്മൾ സാധാരണ കൺവെൻഷനൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്റെ പ്രതിതുല്യനാന്നൊക്കെ പറയത്തില്ലയോ നമ്മൾ പല സ്റ്റേജിൽ കേട്ടില്ലേ. ഏറെക്കുറെ ചുമ്മാ അടിക്കുന്നേ, വലിയ ബന്ധമൊന്നും കാണത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിനൊക്കെ പറയാം. എന്നാലും ആകട്ടെ, നമ്മൾ ബാബാസിനെ കുറിച്ചല്ലേ ഞാൻ പൊതുവെ പറഞ്ഞാണ്, പൊതുവെ അങ്ങനെ പറയാറുള്ളത് പറയാം. ഞാൻ പറയാണ്, ബാബാസിനെ എന്നെ കാണുന്നത്. പക്ഷെ എന്നാലും ഞാൻ എഴുതിട്ട് പറയാണ്, എൻ്റെ അപ്പന് തുല്യനാണ്, എൻ്റെ അപ്പനേക്കാളും സ്നേഹമെന്നൊക്കെ പറയുന്ന കൊള്ളാം. നാളെ ഞാൻ വസ്തു ചോദിച്ചോണ്ട് കൂടെ ചെന്നാലേ പിള്ളേരങ്ങ് വരും. കാര്യമൊക്കെ കാര്യമാണ്, എഴുന്നേറ്റുമ്പോൾ പറഞ്ഞതൊക്കെ സത്യം. പക്ഷെ വസ്തു എനിക്കുള്ളതാണ്, അത് പിള്ളേർക്കെ കിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മനുഷ്യനായി ജനിച്ച സകല ദൈവത്തിന്റെ മക്കളാ സത്യം. പക്ഷേ ഹൃദയത്തിനകത്ത് ക്രിസ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പദവിയുണ്ട്, അതിന്റെ സന്തോഷമായി അനുഭവിക്കുന്നതുകൊണ്ട് മുഴുവൻ. എഫേസ്യർ ലേഖനകർത്താവ് പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ
ആമേൻ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സുവിശേഷത്തിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുകയാണ്. മക്കളാകാനൊരു നിയോഗം കർത്താവ് തരുകയാണ്. അതിനാകെ ചെയ്യുന്നത് ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അപ്പനാന്ന് പറയാൻ അനഭിമാനം വേണ്ട. അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പാഷയെ ആഗ്രഹമുണ്ട്, പക്ഷെ സ്നാനപ്പെടാൻ ഒരു പേടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ എൻ്റെ കർത്താവാണ്, എൻ്റെ അപ്പനാണ്, ഇതിനേക്കാൾ വേറെ ആരെ വെച്ച് പറയാൻ കഴിയും? ആ കർത്താവിന് വേണ്ടി വില കൊടുക്കേണ്ടി വന്നാൽ എന്ത് നഷ്ടം? അതിനുവേണ്ടി സ്നാനക്കടവിലേക്ക് പരസ്യമായിട്ട് നയിക്കപ്പെടേണ്ടി വന്നാൽ നയിക്കപ്പെടണം. ആ സഹോദരി അങ്ങനെ തീരുമാനമെടുത്തു. എതിരുകൾ പോലും മാറി. പലരും ഉണ്ടല്ലോ, ഒളിച്ചും പാത്തും ദൈവത്തെ സേവിക്കാൻ മെനക്കെടുന്നവരോട് നീ തള്ളപ്പെടും. കർത്താവിനെ ജനത്തിൽ പരസ്യമായി സാക്ഷീകരിക്കണം. ഈ വചനമാ വിളിച്ചു പറയുന്നത്, യേശുവിനേക്കാൾ കൂടുതൽ വേറെ ഒന്നിനോടും സ്നേഹം വേണ്ട. അമ്മേ, അപ്പനായി മാറാൻ, മക്കളായി മാറാൻ, അപ്പന്റെ മക്കളായി മാറാൻ ഒരു നിയോഗം സുവിശേഷത്തിലൂടെ വിളിച്ചു പറയുക. അതേസമേ സഹോദരങ്ങളെ, ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇതിനകത്ത് പാപ രോഗങ്ങൾ അഴിയുന്ന സന്ദേശമാണ്. ഇത് മാനസാന്തരത്തിന്റെ സന്ദേശമാണ്. ഇത് നിത്യതയിൽ എത്തിക്കുന്ന സമാധാന സന്തോഷ സന്ദേശമാണ്. ആ സമാധാനത്തെ ഇന്ന് രാത്രി, ആ സന്ദേശത്തെ ഇന്ന് രാത്രി ഉയർത്തിയിട്ട് ഞങ്ങൾ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഹൃദയത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനമുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഭവനങ്ങൾക്കകത്തിരുന്ന് ഈ വചനം ശ്രദ്ധിച്ചവരുണ്ട്, തെരുവീതികൾ നിന്നുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ചവരുണ്ട്. സ്നേഹിത, ഈ സമയം നീ സ്ഥലം വിട്ടു പോകരുത്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്ന നിമിഷങ്ങളാണ് ഇന്ന് രാത്രി. ഞാൻ വിശ്വസിക്കുകയാണ്, കേവലം ഇതിനകത്താണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും ഈ ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് രാത്രി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചില രോഗങ്ങളെ സ്വർഗം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ആത്മഹത്യ പ്രവർത്തനങ്ങളെ സ്വർഗം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ മദ്യപാനത്തിൽ നിന്നും പുറത്തു വരികയാണ്. ചിലർ തെറ്റായ വഴികളിൽ നിന്നും പുറത്തു വരികയാണ്. സ്വർഗം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വാസമുള്ളവര് കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തിന് ആരാധന കരത്തിയാട്ട് അല്പസമയം ഒരുമിച്ച് നമ്മുടെ സമയം പോയതുകൊണ്ട് പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ കൺവെൻഷന്റെ സമാപന നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങൾ ദൈവ സാന്നിധ്യം അറിയുന്നവർ അത്തരങ്ങൾ തുറന്ന് കർത്താവിനെ ആരാധിച്ചോ. എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് നിന്ന് അല്പസമയം കർത്താവിന് ആരാധന കരേറ്റാം. ശാരീരികമായ പ്രയാസമുള്ള പ്രായമുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരവിടെ തന്നെ ഇരിക്കുന്ന ഒരു തടസ്സവുമില്ല. എന്നാൽ ആരോഗ്യം ദൈവം തന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ